അവസരവാദികളുടെ മേഖല കൂടിയാണല്ലോ സിനിമ. അത് അവസരം വേണോ പൈസ വേണോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ അടുത്ത് ഇപ്പൊ വർക്കുകൾ പണ്ടത്തെ അത്രയും ഇല്ലാതിരിക്കാൻ കാര്യം അതുകൊണ്ടായിരിക്കും. ഇതല്ലാതെ ഒരു ചങ്ങാത്തം, വളരെ കുറച്ച് ദൈർഘ്യമുള്ള ഒരു ചങ്ങാത്തത്തിന്റെ പേരിലാണ് പലതും സംഭവിക്കുന്നത്. ഈ ചങ്ങാത്തത്തിന്റെ ഇടയിൽ പൈസ വയ്ക്കാൻ പറ്റില്ല. പാട്ട് അങ്ങനെ ഒരു ആശ്വാസം എന്നുള്ള, പാട്ടിന്റെ പ്രോസസ്സ് നമുക്ക് എൻഗേജിങ് ആണ്. പക്ഷെ പാട്ട് കേട്ടുകൊണ്ട് നമ്മളുടെ, എൻ്റെ പേഴ്സണലി എൻ്റെ ഇമോഷനെ ഒന്നും അങ്ങനെ ഒതുക്കാൻ പറ്റിയിട്ടില്ല. ഇത് വരി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, അകലെ ഒരു കാടിന്റെ നടുവിൽ. ഇത് ഈ പീസ്, ലാൻഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിലാണ് എന്ന് അല്ലേ പറയാറ് ആൾക്കാർ. അപ്പൊ അതെനിക്ക് തോന്നി. സന്തോഷിന്റെ വരികളും അങ്ങനെ, ചിലപ്പോ ചെന്നിരിക്കുമ്പോൾ ഒരിറ്റു സ്നേഹം തന്ന് താലോലമാട്ടുന്ന ചില്ലയുണ്ടോ, എന്നാലും ചില്ല ഈ ലോകത്ത് അങ്ങനെ ഒരു ചില്ലയുണ്ടോ? അതുകൊണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രാണനെ കാക്കുന്ന സ്വച്ഛമാം വായു പ്രവാഹമുണ്ടോ. സ്വാതന്ത്ര്യവും ഒരു എക്സ്ട്രീം പീസ്, അങ്ങനെ ഒരു സ്ഥലം എവിടെയാണ് ഈ ലോകത്തുള്ളത് എന്നുള്ളതാണ്. അകലെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അകലം, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ അകലെ ഒരു കാടിന്റെ നടുവിൽ, അങ്ങനെ തുടങ്ങി. അപ്പോൾ ഞാൻ ശ്രേയ ഘോഷാല് പാടിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ മിഡ് പല്ലവിയോ എൻ പല്ലവിയോ എന്നൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആക്കി. തക്കിട്ട തക്കത്തിമി തക്കത്തിമി തജം, തക്കിട്ട തക്കത്തിമി തക്കത്തിമി തജം, കനലും മലയുടെ മുകളിലൊരിടം, കുറുകെ പഴകിയ പെരിയൊരു വടം, ഉല്ലയും അതിൽ ഇവനുടെ ഇരുപദം, തകതിമി തജം. അങ്ങനെ കറക്റ്റ്. അതിനകത്തൊരു അക്ഷരം എടുത്ത് കളയാൻ. സ്വപ്നം ഒരു ചാക്ക്, തലയിൽ അത് താങ്ങി ഒരു പോക്ക്. അതിനകത്തുണ്ട് പേരിടാനായി പൂക്കളാകെ നീരന്നപ്പോൾ പോലെ പ്രണയവും വിരഹവും നിറപടമെഴുതിയ പ്രകൃതി തൻ ചുവരില അടയാതെ കാക്കും ഒരു വാതിലേത് ഋതുവിലും ഇതിലെ നീ വരാ. അങ്ങനെ വരിക്ക് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അങ്ങനെയുള്ള മീറ്ററിൽ അങ്ങനെ നമ്മളൊരു കാർപ്പൻറ്റർ ഇത് ചെയ്യണ പോലെയാണ് എൻ്റെ ശില്പം. സിനിമ നമുക്ക് അത്ര സ്വാതന്ത്ര്യം തരില്ലല്ലോ. നമ്മൾ സിനിമ തരുന്ന ഒരു ഇതിൽ നിന്നിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് നമ്മളുടെ ആലോചനകൾ അതിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കൊന്ന് സ്വതന്ത്രമായിട്ട് അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യണമല്ലോ. അങ്ങനെ ആലോചിച്ചതാണത് ബോധി എന്നുള്ള സ്പേസ്. പിന്നെ മ്യൂസിക് പണ്ടത്തെ അത്രയും ദാരിദ്ര്യമുള്ള ഒരു മേഖലയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി പൊതുവെ ഒരു കല്യാണമോ ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ പോലും കൺസേർട്ടുകൾ ഉണ്ടാവുമല്ലോ. അയ്യപ്പനെ കാണാൻ പോകുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കഥയാണ് ശബരിമല. അയ്യപ്പൻ കുറച്ചും കൂടി സോഷ്യലിസ്റ്റ് ആണ്, കുറച്ചും കൂടി പ്രോഗ്രസീവ് ആണ്. അയ്യപ്പന്റെ മേലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരോപിക്കും. നമുക്ക് എന്തൊക്കെ നന്മകൾ വേണോ അതൊക്കെ അദ്ദേഹത്തിന്റെ തലയിൽ ചൊരിയാലോ. വേറൊരു ദൈവം അത് സമ്മതിച്ചു തരണമെന്നില്ല. ഇപ്പൊ പറയാ, തനിച്ചൊരാളല്ല, തനിക്കു താൻ പോരില്ല, പരസ്പരം ഊന്നാകണം എന്ന് പറയുന്നത് വേഷത്തിലൊന്നുമില്ലെന്നുള്ളൂ. ഞാൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമസ്കാരം. ഇന്ന് മലയാളികളുടെ പ്രിയ സംഗീത സംവിധായകനും ഗായകനുമൊക്കെയായ ശ്രീ ബിജുപാലാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം വിജയേട്ടാ. അവസാനമായിട്ട് കേട്ടത് വിജയേട്ടൻ്റെ പാട്ട് വടക്കനിലെ പാട്ടായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ആ പാട്ട്, ഒരു ഫോക്ക് സ്റ്റൈലിലുള്ള പാട്ടല്ലേ. വിജയേട്ടൻ്റെ പാട്ടുകൾ, സിനിമയിലെ പാട്ടുകൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു മൂഡ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു 5 പാട്ടുണ്ടെങ്കിലും 5 വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിലും അതിനൊക്കെ പൊതുവായി ആ സിനിമയോട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മൂഡുണ്ടാവും, ഒരു വൈബ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഡാ തടിയായിലുള്ള പാട്ടുകളൊക്കെ ആ സിനിമയായിട്ട് പക്കാ ചേർന്ന് പോകുന്ന പാട്ടുകളാണ്. അതേപോലെ ഇപ്പോൾ കളിയച്ഛൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാം അതുപോലെ ക്ലാസിക്കലായിട്ടുള്ള, അപ്പം ഞാൻ അങ്ങനെ എല്ലാത്തിനും പാട്ടുകൾ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണെങ്കിലും അതിൻ്റെ മൂഡാകെ മൊത്തം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ സ്ക്രിപ്റ്റ് മുഴുവനായിട്ട് കേട്ട് കഥാപാത്രങ്ങളെ അറിഞ്ഞ് അങ്ങനെയാണോ എല്ലാ സിനിമയും സമീപിക്കാറ്?
സ്ക്രിപ്റ്റ് കേൾക്കും, അല്ലെങ്കിൽ കഥ ആയിട്ട് കേൾക്കും, അല്ലെങ്കിൽ ഒരു 1 ലൈൻ എന്നൊക്കെ പറയില്ല, അങ്ങനെ കേൾക്കും. സ്ക്രിപ്റ്റ് മുഴുവൻ കേൾക്കുന്നതിനേക്കാൾ സിറ്റുവേഷൻസ് കേൾക്കുക. പിന്നെ ഒരു സിനിമ കഥ പറയുമ്പോൾ അത് എങ്ങനെ നടക്കുന്നു, എവിടെ നടക്കുന്നു, അത് എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത്, ഇപ്പോൾ കഥാപാത്രങ്ങളുടെ എങ്ങനെയാണ് അവർ പെരുമാറുന്നത്, അവരുടെ വിദ്യാഭ്യാസം അടക്കം ഒരു വിഷയമാണല്ലോ. അപ്പോൾ അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഏറെക്കുറെ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ മ്യൂസിക്കിനും അങ്ങനെയുള്ള ജോൺറകളുണ്ട് അല്ലേ, പലതരത്തിലുള്ള ഇതുകളുണ്ട്. ലിറിക്കുകൾക്കുണ്ട് അതിൻ്റെ രീതി. പണ്ടത്തരം കണ്ടീഷൻസ് അങ്ങനെ നോക്കിയുള്ള എല്ലാം ക്ലാസിക്സ് ആയിരുന്നല്ലോ പണ്ട്. എല്ലാ കഥാപാത്രങ്ങളായിട്ട് ബന്ധം പാട്ടുകൾ ഉണ്ടാവാറുള്ളതായിട്ട് തോന്നിയിട്ടില്ല പണ്ട് പല സിനിമകളിലും. പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടി ലോജിക്കലി നോക്കുന്ന കാലഘട്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്ത് തരം ക്യാരക്ടറാണ്, അവൻ സംസാരിക്കുന്ന ഭാഷ, ഇപ്പോൾ അവൻ ലിപ്പ് അല്ലെങ്കിൽ അവൾ ലിപ്പ് കൊടുത്ത് അങ്ങനെ പാടുന്ന സിറ്റുവേഷൻസ് ഇല്ലെങ്കിൽ പോലും ആ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഭാഷ രീതിയൊക്കെ വരുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ മ്യൂസിക് പിന്നെ ഒരു പരിധി ഇപ്പോൾ പീരീഡ് മൂവിയാണെങ്കിൽ നമുക്ക് ഉടനെ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണം അങ്ങനെ ഇപ്പം അതിലും കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എന്തിൽ നിന്നാണോ ഈ സൗണ്ട് വരുന്നത് അത് ആസ്വാദകനെ അല്ലെങ്കിൽ ആസ്വാദകയെ കൺസേൺ ചെയ്യാത്ത രീതിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ അതെന്തും നാദമാണല്ലോ. എന്തിൽ നിന്നായാലും ഒരു നാദമാണല്ലോ. ഗിറ്റാർ 300 വർഷം മുമ്പുള്ള കഥയിൽ ഗിറ്റാർ ഉപയോഗിക്കരുത്, കാരണം ഗിറ്റാർ 300 വർഷത്തിന് മുമ്പ് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഒരു തന്ത്രി അല്ലെങ്കിൽ സ്ട്രിങ്ങിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നാദം അത് അന്നുണ്ട് ഇന്നുണ്ട് എന്ന് ചരിത്രാതീത കാലം തൊട്ടുണ്ട്. ആ തത്വത്തിൽ ഉപയോഗിച്ചാൽ മതി എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ബാഹുബലി പോലെ ഒരു സിനിമയാകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ആസ്പെക്റ്റ് ആയിരിക്കുമല്ലോ നോക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ ചിലപ്പോൾ ട്രീറ്റ് ചെയ്തേക്കാം. പക്ഷെ വളരെ ഓതൻറ്റിക് ആയിട്ട് അക്കാഡമിക് ആയിട്ട് ചെയ്യുന്ന ഇപ്പോൾ ഒരു പെരുന്തച്ചൻ പോലൊരു സിനിമയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ബാഹുബലി ചെയ്ത ജോണർ രണ്ടും പീരീഡ് മൂവി ആണെങ്കിലും രണ്ട് രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുക. അപ്പം അത് നമ്മുടെ വിവേചനം. ബഡ്ജറ്റ് ഉണ്ട് ഉറപ്പായിട്ടും. പക്ഷെ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ നോക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കാൻ വേണ്ടിയല്ല അത് ചെയ്യുന്നത്. അത് സിനിമ കാണാൻ ഒരു ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ സിനിമയെ നമ്മൾ ക്യാരി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ. ഒരു പാട്ടുകളെ പറ്റിയിട്ടാണ് എന്ന് പറഞ്ഞാല് പാട്ടിന്റെ പ്രസക്തി ഇപ്പൊ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വേറെ തരത്തിൽ ഒരു സംസാരത്തിൽ നിന്ന് ഈണത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സംസാരം എന്ന് എനിക്ക് ഞാനിത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്പെഷ്യലി ശ്രദ്ധിച്ചൊരു കാര്യമാണ്. മറ്റേ തൊണ്ടി മുതലും ദൃക്സാക്ഷിയില് ആ പാട്ട് കണ്ണിലെ പോയി കയ്യില് അത് പാടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഈ വെള്ളം വീഴുന്ന ഒരു ശബ്ദമുണ്ട്. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ തോന്നി ഇത് പാട്ട് ചെയ്തിട്ട് വിഷ്വല് കണ്ടിട്ട് ചെയ്തതാണോ പാട്ടെന്ന് വരെ തോന്നും. കാരണം അത്രയ്ക്കും ആ വിഷ്വലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പാട്ടാണ്. അതിൽ തന്നെ ഒരു ഫോക്ക് സോങ് ഉണ്ടല്ലോ, ആയില്യം കാവും, ആ പാട്ടിൽ വരുമ്പം വളരെ ഡ്രൈ ആവുന്നുണ്ട്, ആ പ്രദേശമൊക്കെ ഡ്രൈ ആവുന്നു. ആ ഫോക്ക് അതിൻ്റെ ശൈലിയും അതിൻ്റെ ആ സിനിമയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗത്താണ് ആ പാട്ട് വരുന്നത്. അപ്പം എങ്കിലും ഇതിനെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ളൊരു പൊതുവായിട്ടുള്ളൊരു വൈബും ആ പാട്ടിനുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, പാട്ടുകൾ എങ്ങനെയാണ് കൃത്യമായിട്ട്. പാട്ടിനെ സംബന്ധിച്ചിട്ട് എൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻ അല്ല, ഈക്വലി ലിറിക് റൈറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടിയാണ്. അപ്പോൾ ഈ പ്രത്യേക പാട്ടിൽ തന്നെ നമ്മൾ കണ്ണിലെ പൊയ്കയിൽ എന്ന് പറഞ്ഞാൽ ഒരു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടാവും, വെള്ളം ഒരുപാടുള്ളൊരു നാട്ടിൽ നിന്നിട്ടാണ് വെള്ളമില്ലാത്തൊരു സ്ഥലത്തേക്ക്, വെള്ളം കുറവുള്ള ഒരു സ്ഥലത്തേക്ക് അവർ പോകുന്നത്. അപ്പോൾ ഏറെക്കുറെ അവരുടെ രീതിയും മാറുന്ന അങ്ങനെ തന്നെയാണ്. അപ്പോൾ കണ്ണിൽ പോലും ഒരു പൊയ്ക കാണുന്നു, അതിൽ കുഞ്ഞലമാല കാണുന്നു എന്നൊക്കെ പറയുന്ന, കണ്ണില് ഒരു പൊയ്ക കാണുക എന്നൊക്കെ പറയുന്നത് ഒരു ആ ഇമേജറി അദ്ദേഹം റഫീഖേട്ടൻ കൊണ്ടുവന്നത് അതാണ്. വെള്ളം, സമൃദ്ധമായ ജലമാണ് ചുറ്റും, ജങ്കാറും ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ വെള്ളത്തുള്ളികൾ അങ്ങനെ കേൾപ്പിക്കുന്നുണ്ട് അതിനകത്ത് അല്ലേ, ആ വെള്ളം വെള്ളമാണ്. വെള്ളത്തിൽ നമ്മൾ അതിന്റെ നടുക്ക് നിൽക്കുന്ന പോലെ ഒരു ഫീല്
അതിനുശേഷം പിന്നെ വെള്ളമില്ലാത്ത സ്ഥലത്ത് അവരുടെ ജീവിതത്തിലും പ്രതിസന്ധി വരുമ്പോൾ ആയില്യം കാവും മലയും അതിരാണി പുഴയുടെ കടവും എവിടെ പോയതടി എന്നാണ്. പുഴയുടെ കടവോ ഒന്നും കാണാനില്ല, ഞാനൊന്നും കണ്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളമുള്ള ഒരു ഭൂമിയിൽ നിന്ന് ഭൂമികയിൽ നിന്ന് വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇതൊന്നും കാണുന്നില്ല, ഇത് ആരാ കൊണ്ടുപോയെന്നുള്ളൊരു ഇതാണ്. വെള്ളം എന്ന് പറയുന്ന ഒരു പ്രോസ്പെരിറ്റിയുടെയും കൂടി ചിഹ്നമാണല്ലോ, ഈ പ്രളയമല്ല അല്ലാതെയുള്ള വെള്ളം. അപ്പോൾ ജലസമ്പുഷ്ടിയുള്ളൊരു ഭൂമിശാസ്ത്രം അത് ഒരു ഒരേ സിനിമയിൽ തന്നെ പല സിറ്റുവേഷനിൽ ചിലപ്പം ഒരേപോലത്തെ തന്നെ സിനിമകൾ വരുമല്ലോ. ഇപ്പം അറബിക്കഥയും പത്തേമാരിയും ഒക്കെ ഒരു അറബിക് അല്ലെങ്കിൽ ഒരു ഗൾഫ് ആ ഒരു പ്രമേയമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇടുക്കി ഗോൾഡും മഹേഷിൻ്റെ പ്രതികാരമൊക്കെ ആ ഒരു പ്രകൃതിയിൽ വരുന്ന പാട്ടുകളാണ്. അങ്ങനെ ഒരേ തരത്തിലുള്ള പാട്ടുകൾ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള സിനിമകൾ വരുമ്പം അത് എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത്? മറ്റത് ആവർത്തിക്കാതിരിക്കാനായിട്ടൊക്കെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. അത് മാത്രമല്ല, നമ്മളൊരു കഥ എന്ന് പറയുന്നത് കഥ മാത്രമല്ലല്ലോ അത് ഡിസൈഡ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ അറബിക്കഥയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ളൊരു ആളാണ് പോകുന്നത്, അയാൾക്ക് ഇഷ്ടമില്ലാതെ പോവുകയാണ്, അവിടുന്ന് പോകേണ്ടി വരുന്ന ഗതികേട്, അവിടെയും അയാൾ കമ്മ്യൂണിസമാണ് തപ്പുന്നത്, തേടുന്നത്. അപ്പോൾ അവിടെ സമത്വം ഉണ്ടോ എന്നൊക്കെയാണ് തപ്പുന്നത്, തൊഴിലാളി വർഗത്തിൻ്റെ നിലനിൽപ്പ് ദുബായിൽ. അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ പത്തേമാരിയിലെ നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹം പണ്ട് മറ്റേ ഇതിൽ കയറിയിട്ട് അവിടെ ആ സമയത്ത് പോകുന്ന ഒരാളാണ്. എന്നാൽ ജീവിതത്തിൽ ഒട്ടും സക്സസ്ഫുൾ ആകാൻ പറ്റാത്ത ഒരാൾ. അയാൾക്ക് വിഷയം അയാളുടെ കുടുംബം മാത്രമാണ്, വേറൊന്നും അയാളുടെ വിഷയമല്ല. സോഷ്യൽ വിഷയമോ സോഷ്യൽ ഇക്വാളിറ്റിയോ ഇൻഇക്വാളിറ്റിയോ ഒന്നും അയാളുടെ വിഷയമല്ല. അപ്പോൾ അത് രണ്ടും നമ്മൾക്ക് വേണ്ട റോ മെറ്റീരിയൽസ് തരുന്നുണ്ട്. വിപ്ലവം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഛായ എപ്പോഴും അയാളുടെ ജീവിതത്തിലുണ്ടാവും. കണ്ണാടി നോക്കിയിട്ട് ഇത് മുദ്രാവാക്യം വിളിക്കേണ്ട ഒരു സീനുണ്ട്. മറ്റേ പത്തേമാരിൽ അങ്ങനെ ഒരു ബാധ്യത അങ്ങേർക്കില്ല, അങ്ങേർക്ക് കുടുംബം മാത്രമാണ്. കുടുംബത്തിന് വേണ്ടി ഒരു സാക്രിഫൈസ് എന്ന് പറയുന്ന, അങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഇപ്പോഴുള്ളതല്ല, ഇതിന് മുമ്പത്തെ ഒരു തലമുറയുണ്ട്. ഒരു വീട്ടുകാരെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നു, മകളുടെയോ മകൻ്റെയോ കല്യാണം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒക്കെ ആയിട്ട് ഇങ്ങനെ അവർ കഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു ജീവിതം. അപ്പോൾ തന്നെ ആ ഒരു പ്രാരാബ്ദം എന്ന് പറയുന്ന ഒരു കാര്യം പണ്ട് നമ്മൾ പറയുമല്ലോ, അത് അങ്ങനെ പടിയിറങ്ങുന്നു എന്നുള്ള പാട്ടുണ്ടായില്ല, പടിയിറങ്ങുന്നു വീണ്ടും പടിയിറങ്ങും. അപ്പം ഈ ഇറങ്ങൽ മാത്രമേ ഉള്ളൂ, കേരളം എപ്പോഴാണെന്ന് അറിയില്ല എന്ന് പറയുന്നത്. റഫീഖേട്ടൻ്റെ ഒരു പ്രതിഭയാണ് അതിനകത്ത്. ഈ പടിയിറങ്ങുന്നു എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ഒരു പടിയിറങ്ങുന്നു എന്ന് തുടങ്ങിയാലോ, പുള്ളി അത് തുടങ്ങി കളയും, പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന നമുക്ക് പറയാൻ പറ്റില്ല. മഴയോ ദുഃഖുകൾ പിന്നിടുന്നു, വെയിൽ വരമ്പുകൾ പിന്നിടുന്നു, നെടിയൊരു ഓർമ്മകൾ പിന്നിടുന്നു, പടിയിറങ്ങുന്നു. ഈ എന്തൊക്കെയാണ് പടിയിറങ്ങുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പിന്നിട്ടാണ് പടിയിറങ്ങുന്നതെന്ന് പറയുമ്പോഴാണ് കവിത വരുന്നത്. അവിടെയാണ് നമ്മൾ ആശ്ചര്യപ്പെടുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം റോ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള അപ്പോൾ എല്ലാവരുടെയും പെർഫോമൻസുകൾ നമ്മൾ മ്യൂസിക്കിൻ്റെ അകമ്പടി ഇല്ലാതെ ആയിരിക്കുമല്ലോ കണ്ടിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ കണ്ടതിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നിയ പെർഫോമൻസുകൾ ഉണ്ടായിട്ടുണ്ടോ? പെർഫോമൻസുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു സിനിമ മ്യൂസിക് ഇല്ലാതെ കാണാൻ പറ്റുന്ന ഒന്നായിരിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. ബാക്ക്ഗ്രൗണ്ട് സ്കോറോ ഒന്നുമില്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരവസ്ഥ, കവിത പാട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മൾ ആസ്വദിക്കുന്ന പോലെ. അപ്പോൾ സിനിമ എവറി ആർട്ട് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മ്യൂസിക്കാണെന്ന് പറയും ആൾക്കാർ പറയും. എല്ലാ ആർട്ടിൻ്റെയും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പോസ്ചർ എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. സോ അതിന് വേറെ മ്യൂസിക്കിൻ്റെ ആവശ്യമില്ല. ഇറ്റ് സെൽഫ് ഇസ് എ മ്യൂസിക് എന്ന് പറയുന്നൊരു അവസ്ഥ എത്തും. ഒരു എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള പോയിന്റ് ഇല്ലേ, അത് മ്യൂസിക്കാണ്. അവിടെ വേറൊരു മ്യൂസിക് അവിടെ ആവശ്യമില്ല എന്ന് പറയുന്ന ഇത് പറയും. കവിതയിലുണ്ടത്. കവിത നമ്മൾ ഇപ്പോൾ ഇന്ന രാഗം ഇന്ന ഈണം ഇതൊന്നും അല്ലാതെ അത് വായിക്കുമ്പോൾ ഒരു മ്യൂസിക്, ഒരു പെർഫെക്ഷൻ. അതുപോലെ പിന്നെ സിനിമയിൽ മറ്റ് മ്യൂസിക്കിന് പല ധർമ്മങ്ങളുണ്ട്. ഇത് നറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും ചില ഇതുകൾ. പക്ഷെ അങ്ങനെ തോന്നി പെർഫോമൻസുകൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ വർഷം എന്ന് പറയുന്ന സിനിമയിൽ ശ്രീ മമ്മൂട്ടിയുടെ അത് എനിക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ആദ്യം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ പൈലറ്റ് ഇതാണ്. പൈലറ്റ് അദ്ദേഹം റിയലായിട്ട് ചെയ്തിട്ടുള്ള
വേർഷൻ. അത് എനിക്ക് വല്ലാത്തൊരു അനുഭൂതി ആയി. അത് അദ്ദേഹം ഡിസൈൻ ചെയ്യണം എങ്ങനെ സീൻ അങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ തൊണ്ടി മുതൽ നേരത്തെ പറഞ്ഞു, തൊണ്ടി മുതലിലേക്ക് ഫഹദിൻ്റെയും മറ്റും ഇത് അങ്ങനെ കുറച്ച്. പിന്നെ ഒരു സിനിമയിൽ ഇന്ദ്രൻസിൻ്റെ ഒരു വേഷം വെയിൽ മരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ബിജുവിൻ്റെ അങ്ങനെ അവാർഡൊക്കെ കിട്ടിയ അതെ, അതിൽ അങ്ങനെയുള്ള ചില ക്യാരക്ടേഴ്സ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് അവിടെ കുറച്ച് മ്യൂസിക് മതി എന്നെല്ലാം തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ പെർഫോമൻസിനപ്പുറത്ത് സിനിമ പെർഫോമൻസിന്റെ പേരിലല്ല സിനിമ നിൽക്കുന്നത്. പെർഫോമൻസ് ഉണ്ട്, ഇല്ലെന്നല്ല, ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കൗണ്ട് ചെയ്യപ്പെടും. പക്ഷെ അതിനപ്പുറത്ത് ഫിൽമോഗ്രഫി എന്ന് പറയുന്ന ഒരു ഭാഷ, ദൃശ്യഭാഷ ഉണ്ടല്ലോ, അതാണ് നമ്മളെ മ്യൂസിക് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ചില സിനിമകൾ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നായകളെയും ആനകളെയും കൊണ്ട് പെർഫോം ചെയ്തിട്ടൊരു സംവിധായകരുണ്ട്, നമ്മളത് കണ്ട് കരഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനപ്പുറത്ത് സംവിധായകൻ എന്താണ് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വിഷയം. അയാളെ എവിടെ നിൽക്കണം, പുറം തിരിഞ്ഞ് കരയണോ അല്ലെങ്കിൽ തിരിഞ്ഞിരുന്ന് ചിരിക്കണോ, ഇതെന്താ എന്നുള്ളത് ഇയാളുടെ തീരുമാനമാണ്. അവിടെ നമ്മൾ തീരുമാനിക്കണം, അല്ലെങ്കിൽ അയാളുടെ ഒരു പെർസെപ്ഷനിൽ നമ്മൾ നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പെർഫോമൻസിനപ്പുറം സിനിമ ഒരു ഭാഷ എന്നുള്ള രീതിയിൽ കാണാൻ എനിക്കിഷ്ടം. ഇപ്പോൾ പാട്ടുകൾ സിനിമയിൽ നേരത്തെ വിജയേട്ടൻ പറഞ്ഞു, നമ്മൾ പാട്ടുകളെ പറ്റി പറയുന്ന ഒരു ഇത് തന്നെ മാറി വരികയാണ്. സിനിമയിൽ പാട്ടുകൾ പലപ്പോഴും മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ടൊക്കെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള പാട്ടുകൾ പലപ്പോഴും വരുന്നു, മില്യൺ വ്യൂസ് ആവുന്നു, ഹിറ്റ് ആവുന്നു, പക്ഷെ അത് മറന്നു പോകുന്നുണ്ട്. നമ്മളത് പണ്ടുള്ള പാട്ടുകൾ നിൽക്കുന്ന പോലെ, അതുകൊണ്ടാണല്ലോ റീലിലൊക്കെ പഴയ പാട്ടുകൾ ഇപ്പോഴും ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പം നേരത്തെ പറഞ്ഞ പോലെ ആ സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ വേണം. എന്നാൽ ആ പാട്ടുകൾ എന്ന് നിലനിൽക്കണം എന്ന് അങ്ങനെ തോന്നി ചെയ്യാറുണ്ടോ? അതോ ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ? ഞാൻ പണ്ട് നമ്മൾ കേട്ടും ശീലിച്ചും പോന്നിട്ടുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മളെ ആസ് എ പേഴ്സൺ, ഒരു ആസ്വാദനത്തിൽ നമ്മളെ കുക്ക് ചെയ്യുന്ന പാട്ടുകളാണ് പലതും നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നത്. നമ്മളെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് പോകണം, അത് നമ്മളെ ഡ്രൈവ് ചെയ്യണം. നമ്മൾ ഈ പാട്ട് കൊണ്ട് കൂടിയായിരിക്കണം നമ്മൾ ജീവിക്കുന്നതെന്നൊക്കെ തോന്നുന്ന ചില ഘട്ടങ്ങളുണ്ട്. അപ്പം അത്തരം പാട്ടുകൾ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെ, അതായത് എനിക്ക് വരികൾ ഇഷ്ടപ്പെടണം, വരി എഴുതി കിട്ടുമ്പോൾ കൊള്ളാം, എനിക്കൊരു കോരിത്തരിപ്പ് ഉണ്ടാവണം, അത് ചെയ്യുമ്പോൾ ചെയ്ത് ഞാൻ തന്നെ റഫായിട്ട് പാടി കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ആളുകൾക്ക് എങ്ങനെയായിരിക്കും കേൾക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ആലോചന. ഇങ്ങനെയൊക്കെ ഒരു പ്രോസസ്സ് കൂടി സൈഡിലുണ്ട്. ചിലപ്പോൾ ഒരു മനുഷ്യൻ പോലും കേൾക്കണം നിർബന്ധം റിലീസ് ചെയ്താൽ, പക്ഷെ എന്നാലും നമുക്കൊരു ധാരണയുണ്ട് ഇത് കേട്ടാൽ എന്തായിരിക്കണം, എന്ത് ഫീലായിരിക്കും, ഒരു അനുഭൂതി എന്ന് നമ്മൾ പറയില്ല. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ പാട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, കുറച്ചെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനൊരു അവസ്ഥയിലാണ് എനിക്കിഷ്ടം ചെയ്യാൻ. അതല്ലാതെയും ചെയ്തപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ, അങ്ങനെയുള്ള നമ്മൾ ആ രീതിയിൽ നിഷ്കർഷിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പാട്ടെന്നുള്ള രീതിയിൽ നമ്മളുടേതാക്കാൻ പറ്റണം എന്നുള്ളൊരു, ഏതെങ്കിലും രീതിയിൽ അതിനൊരു മുമ്പോട്ടൊരു പ്രയാണം ഉണ്ടാവണം ആ പാട്ടിന്. ഉറപ്പായിട്ടും ഉണ്ടാവണമല്ലോ പാട്ട്. അതില്ലെങ്കിലും പക്ഷെ അത് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഇൻഡസ്ട്രിയൽ ഇക്വേഷൻസ് മാറി. ഇപ്പൊ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ജിങ്കിൾ ചെയ്യുന്നത് എന്തിനാണ്? ആ പരസ്യം ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു, ആ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ആയി കഴിയുന്നു, അത് അപ്പോഴത്തേക്ക് അത് തീരും, അത് അതിൻ്റെ ധർമ്മം തീരും. പിന്നെ അത് ബ്രാൻഡിന്റെ മറ്റൊരു ആഡായിട്ടാണ് അവർ വരുന്നത്. അതേപോലെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെയാണ് പാട്ടുകൾ. ഇപ്പോൾ അല്ലാണ്ട് പാട്ടുകൾക്കല്ലാതെ സിനിമയിൽ എന്താണ് സ്ഥാനം? കാര്യമായിട്ട് സ്ഥാനമൊന്നുമില്ല. നമ്മൾ അത് പണ്ടോട്ട് നമ്മളുടെ ശീലമാണ് പാട്ട്. സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പാട്ട് ശരിക്കും ചിലപ്പോൾ മ്യൂസിക്കലായിട്ടുള്ള സിനിമകൾ, മ്യൂസിക്കൽ ജോൺറയിലുള്ള സിനിമകളാണെങ്കിൽ പാട്ടുകൾ വെച്ചിട്ടും പാട്ടുകൾ കൊണ്ട് സംഭാഷണം പറയുന്ന സിനിമകളുണ്ട്. പാട്ട് പാടിക്കൊണ്ട് വർത്തമാനം പറയുന്ന സിനിമകൾ ഇന്ത്യൻ സിനിമയിൽ തന്നെയുണ്ട്. ചില തോടാ സാ റുമാനി ഹോ ജായ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട് അമോൽ പാലേക്കറിൻ്റെ. അത് ഡയലോഗ് പാട്ടാണ്, എല്ലാ ഡയലോഗും. അതിലെ പ്രോട്ടഗണിസ്റ്റ് പറയുന്ന ഡയലോഗ് പാടിക്കൊണ്ടാണ് നാനാ പാടേക്കർ. അങ്ങനെയുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ ഓസ്കാർ കിട്ടിയ 2 കൊല്ലം ലാ ലാ ലാൻഡ് എന്ന് പറയുന്ന, അത് മ്യൂസിക്കലാണ്.
ഡയലോഗ് ക്യാൻ ബി മ്യൂസിക്. ഓപ്പറ ഒക്കെ അങ്ങനെയല്ലോ, കലാസൃഷ്ടി അങ്ങനെയാണ്. ബട്ട് റിയലിസ്റ്റിക് സിനിമകളിൽ പാട്ട് അതിൻ്റെ സാധ്യതകൾ വേണമെങ്കിൽ ചെയ്യാന്നുള്ളേ ഉള്ളൂ. അത്രേ ഉള്ളൂ പാട്ടിന്. അപ്പോൾ പരസ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം പാട്ട്, പ്രൊപ്പഗാൻഡ, അതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സിനിമയുടെ പബ്ലിസിറ്റി എത്ര നാൾ വേണം? ആദ്യത്തെ ഒരു പ്രീ റിലീസ് 1 മാസം, അതിനുശേഷം ഒരാഴ്ചയും കൂടി എന്നൊക്കെയല്ലേ ഉള്ളൂ. ഇപ്പൊ ആൾക്കാരുടെ സമീപനം അങ്ങനെ തന്നെയാണോ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഇപ്പൊ ഒരു വിജയന്റെ അടുത്ത് ഒരു പാട്ട്, അല്ല, എൻ്റെ അടുത്ത് ഇപ്പൊ വർക്കുകൾ പണ്ടത്തെ അത്രയും ഇല്ലാതിരിക്കാൻ കാര്യം അതുകൊണ്ടായിരിക്കും. വർക്കുകൾ കുറവാൻ കാരണം ചിലപ്പോൾ ഒരു പക്ഷെ ആ ഒരു ഇൻസ്റ്റന്റ്, നമ്മളിപ്പോ ഒരു എൻ്റെ കരിയറിൽ ഇന്ന് വരെയും ഒരു ദിവസം കേട്ട് ആൾക്കാർ ഞെട്ടിത്തരിച്ചിരുന്ന ഒരു പാട്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പാട്ട് ചെയ്യുന്ന ആൾക്കാരെയല്ലേ ഇപ്പൊ ആവശ്യം. പിന്നെ കുറച്ച് ക്ലാസിക്, നമുക്കൊരു എന്താ പറയുക, അങ്ങനെയുള്ള മ്യൂസിക് കണ്ടന്റ് വേണ്ട സിനിമകൾ മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് സെലക്ഷൻ പ്രൊസീജിയർ ആൾക്കാർ ചെയ്തു തുടങ്ങി. നമ്മുടെ അടുത്ത് അത് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് അത്തരം പാട്ടുകൾ ചെയ്യുന്ന ആൾക്കാർ ഉള്ളപ്പോൾ. ഇപ്പോൾ പാട്ടുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ കണക്റ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് അകലെ ഒരു കാടിൻ്റെ എന്നുള്ള പാട്ട്. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട്. അതേപോലെ പാട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു രീതിയിൽ നമ്മളത് നമ്മൾ ഇത്ര മാത്രം അതിങ്ങനെ ആൾക്കാരിലേക്ക് എത്തുമെന്നോ അല്ലെങ്കിൽ അവരെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നൊന്നും പ്രതീക്ഷിക്കാതിരുന്നിട്ട് വേറെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, താരകമലരുകൾ ആ അറബിക്കഥ ഇറങ്ങിയതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോന്നാലോ എന്ന് വരെ തിരികെ വന്നപ്പോൾ അതുണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ റെസ്പോൺസ്. അല്ല, അത് സിനിമ നമ്മൾ ആദ്യമായിട്ട് ചെയ്യല്ലേ അന്ന്. അപ്പൊ അത്തരം എക്സ്പീരിയൻസുകളും നമുക്ക് പുതിയതാണ്. അപ്പൊ നമുക്ക് അന്നത്തെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഈ പാട്ടുകൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് അല്ലെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് വളരെ ഞെട്ടലോടെയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പാട്ട് കേൾക്കുന്നത് എൻ്റെ ഇന്നർ ഫീലിങ്ങിൻ്റെ ഒരു ഇതായിട്ട് ഒന്നും എനിക്ക് കാണാൻ അതിനെ പറ്റിയിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. ചില വരികൾ കേൾക്കുമ്പോൾ നമുക്ക് കോരി തരിക്കും, അല്ലെങ്കിൽ നമുക്ക് വല്ലാത്ത നെഞ്ചിടിപ്പ് കൂടുമായിരിക്കും. അല്ലാതെ പാട്ട് കേട്ടിട്ട് അതിങ്ങനെ നമ്മൾ അതിനേക്കാൾ കൂടുതൽ എൻ്റെ മ്യൂസിക്കും അതിൻ്റെ വരികൾ, ടെക്നിക്കൽ ആസ്പെക്ട്സ് കൂടുതലും, അതിൻ്റെ ഓർക്കസ്ട്രേഷൻ, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാന്നൊക്കെ ആദ്യം നോക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ സാധാരണക്കാരന് അങ്ങനെ ഇല്ലല്ലോ. ആ മീറ്ററിലല്ല അവർ കേൾക്കുന്നത്. അവർ ആ ഈണത്തിൻ്റെ അതിങ്ങനെ അവസ്ഥ എന്താണ്, അതിനെ ആ ചില വാക്കുകൊണ്ടോ, ചില ഇപ്പൊ ആകാശമായുടെ എന്നൊക്കെ ചില എത്രയോ പേരിങ്ങനെ വിളിച്ച് നമ്മൾ തന്നെ ഞെട്ടിപ്പോ ഇവർക്ക് എങ്ങനെയാണ് ഇവരിന്ന് ഇങ്ങനെ കേൾക്കുന്നതെന്ന് തോന്നും. അങ്ങനെ കേൾക്കേണ്ടതുണ്ടോ എന്നൊക്കെ തോന്നും പാട്ട്. അത്തരം കാര്യങ്ങൾ അനുഭവിക്കാറുണ്ട്. അതൊക്കെ സ്ട്രെയിഞ്ചാണ്, ഇമോഷൻ അങ്ങനെയുള്ള സ്ട്രെയിഞ്ചാണ്. ചില അത്ര ഇമോഷനിലേക്കൊന്നും ആളുകൾ പോകുന്നത് ശരിയാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന ചില അവസ്ഥയുണ്ട്. മനുഷ്യരാവസ്ഥയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും അവർക്കൊരാശ്വാസം കിട്ടുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. പാട്ട് അങ്ങനെ ഒരു ആശ്വാസം എന്നുള്ളൊരു പാട്ടിന്റെ പ്രോസസ്സ് നമുക്ക് എൻഗേജിങ് ആണ്. പക്ഷെ പാട്ട് കേട്ടുകൊണ്ട് നമ്മളുടെ എൻ്റെ പേഴ്സണലി എൻ്റെ ഇമോഷനെ ഒന്നും അങ്ങനെ ഒതുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അകലെ ഒരു കാടിൻ്റെ നടുവിൽ ഒരു പൂവിൽ നുകരാതെ പോയ. അപ്പം അതിനകത്ത് ഞാനിങ്ങനെ വരികൾ വെച്ച് നോക്കുമ്പോൾ അകലെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് നമ്മൾ കേട്ടിട്ടുള്ള അകലെ എന്നാണ്. അപ്പം അതൊരു ഹൈ നോട്ട്സിലേക്കൊക്കെ പോകും എന്നാണ് വിചാരിച്ചത്. എപ്പോഴും വിചാരിച്ച കാണുമ്പം ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് അകലെ ഒരു കാടിൻ്റെ, അതായത് പണ്ട് ഈ സ്കൂളിൽ ഈ കബീറിൻ്റെ ദോഹ പഠിച്ച സമയത്ത് അതിൻ്റെ ഹിന്ദി, എൻ്റെ ഭാഷയിൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഈ മന്ദിറിലും മസ്ജിദിലും ഒക്കെ ഞാൻ ഈശ്വരനെ തപ്പി കണ്ടില്ല. പക്ഷെ ഉള്ളിൽ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയെന്ന് അങ്ങനെ ഒരു ദോഹ. അപ്പം ഇത് വരി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, അകലെ ഒരു കാടിൻ്റെ നടുവിൽ. ഇത് ഈ പീസ്, ലാൻഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിലാണ് എന്ന് അല്ലേ പറയാറ് ആൾക്കാർ. അപ്പം അതെനിക്ക് തോന്നി. സന്തോഷിന്റെ വരികളും അങ്ങനെ ചിലപ്പോൾ ചെന്നിരിക്കുമ്പോൾ ഒരിറ്റു സ്നേഹം തന്ന് താലോലമാട്ടുന്ന ചില്ലയുണ്ടോ, എന്നാലും ചില്ല ഈ ലോകത്ത് അങ്ങനെ ഒരു ചില്ലയുണ്ടോ? അതുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രാണനെ കാക്കുന്ന സ്വച്ഛമായ വായു പ്രവാഹമുണ്ടോ. ഒരു സ്വാതന്ത്ര്യം തപ്പിപ്പോണ പോലെ, സ്വാതന്ത്ര്യവും ഒരു എക്സ്ട്രീം പീസ്. അങ്ങനെ ഒരു സ്ഥലം എവിടെയാണ് ഈ ലോകത്തുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ
അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ അകലെ എന്ന് പറഞ്ഞാൽ ഏറ്റവും അത് നമ്മൾക്ക് ഏറ്റവും എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അകലം, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ അകലെ ഒരു കാടിന്റെ നടുവിൽ അങ്ങനെ തുടങ്ങി. അപ്പോൾ ഞാൻ ശ്രേയ ഘോഷാലിൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ മിഡ് പല്ലവിയോ എൻ പല്ലവിയോ എന്നൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആക്കി, ഒരു നോട്ടും കൂടി ആഡ് അകലെ ഒരു കാടിൻ്റെ അങ്ങനെ ആക്കി. സോ ദാറ്റ് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അകലം ഉള്ളു. അപ്പൊ അത് അങ്ങനെ ചില നമുക്ക് അപ്പൊ തോന്നുന്നൊരു ചില സമീപനം. ശരിക്കും വരികളെ അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ചില നല്ല വരികൾ കിട്ടുമ്പോൾ അത് റഫീഖയുടെ ഒരുപാട് വരികളുണ്ട്. വിജയേട്ടൻ തന്നെ ചെയ്ത പാട്ടുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വരികളുണ്ട്. ഞാൻ ആക്ച്വലി റഫീഖയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ചേർത്ത് പറയാമെന്ന് വിചാരിച്ചിരുന്നു. മറ്റേ ഈറന്മാറുമോമൽ തളിരില മേലേ കാനന ശലഭമിതഞ്ഞു അതിനകത്തുണ്ട് പേരിടാനായി പൂക്കളാകെ നീരന്നപ്പോൾ പോലെ. അപ്പം പൂക്കൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു എന്നൊക്കെയുള്ള ഭയങ്കര ഒരു ഇമാജിനറി ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടത് കാറ്റുമൂളും പാട്ടിലേതോ സ്വരങ്ങളെ മൂകമീ മുളങ്കുഴൽ അറിവത് പോലെ. നേരത്തെ കേട്ടിട്ടുള്ള നോട്ട്സ് ആണ്. കാറ്റുമൂളുന്ന പാട്ടിൽ ഏതോ ചില നോട്ടുകൾ ഇവിടെ മുളങ്കുഴലുകൾക്ക് അറിയാവുന്നത് പോലെ എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്ത കാഴ്ച. നമ്മള് ഈ പ്രകൃതി നമ്മളിങ്ങനെ നോക്കിയിട്ടില്ലല്ലോ, പക്ഷെ ഇത് ഇവര് തമ്മിൽ എന്തൊക്കെയോ തിരിച്ചറിയുന്ന പോലെയൊക്കെ നമ്മൾ നോക്കിയാൽ തോന്നുമല്ലോ. അതൊക്കെ ഈ റഫീഖയോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഉറപ്പില്ല. സന്തോഷും റഫീഖും 96ഓളം പാട്ടുകളാണ് ഞാനിങ്ങനെ ഒരു ഇതിനകത്ത് കണ്ടതാണ്, ഒരു വെബ്സൈറ്റിൽ കണ്ടതാ. അപ്പൊ അതില് റഫീഖാണ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ സന്തോഷേട്ടൻ, പിന്നെ BK, അങ്ങനെയാണ് കണ്ടത്. ആദ്യകാലങ്ങളിൽ പനച്ചൂരാൻ കുറെ പാട്ടുകൾ. അപ്പം ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത ഓരോരുത്തരായിട്ട് എങ്ങനെയാണ്? ഇപ്പം ഇവരൊക്കെ ഓരോ രീതിയിൽ റെസ്പെക്റ്റബിൾ ആണ്. റഫീഖേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ള കവിയാണ്. അയാൾ ഒരു അൾട്രാ ജീനിയസ് ആണ് പുള്ളി. ജീനിയസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ബുദ്ധി ഉണ്ടല്ലോ, ചിന്തയെ കൂടുതൽ വ്യാപ്തി ഉള്ളതാക്കും തോറും അവർ കൂടുതൽ വലിയ ആളുകളായി മാറും. അവരെ ആ വ്യാപ്തിയുടെ ഉള്ളിലേക്ക് ഇൻക്ലൂസീവ് ആകുമ്പോൾ കുറെ കാര്യങ്ങൾ, ഡേറ്റകൾ ഇൻക്ലൂസീവ് ആകുക. അപ്പോൾ അവർ കുറച്ചും കൂടി നമ്മൾ ഗുണമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമ്മൾ ഭയങ്കര ബയാസ്ഡ് അല്ലാതിരിക്കുക എന്നുള്ള അവസ്ഥയൊക്കെ എത്തുന്ന പ്രത്യേകതരം ഒരു ഹ്യൂമർ സെൻസ് ആണ്, ഒരു ഫിലോസഫറാണ്. പുള്ളി അതൊന്നും സമ്മതിച്ചു തരാത്തൊരു രസമുള്ളൊരു വിഷയം. എഴുതുന്നത് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു കവിത പ്രതീക്ഷിക്കാം, എന്തോ ഒരു വരി, ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വരി നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റും, അത് കൊണ്ടുവരാൻ പറ്റും, അത് രണ്ടുപേരും ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കാൻ പറ്റും. ഇപ്പോൾ വേറൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, തിരമാലയാണു നീ എന്നുള്ളത്. അതിനകത്ത് അവാർഡ് കിട്ടിയ പാട്ട്, റഫീഖേട്ടന് അവാർഡ് കിട്ടിയ. അതിനകത്ത് ഈ ഇലകളുടെ ചിരികൾ എന്ന് പറയുന്നത് മണ്ണിൻ്റെ അടിയിൽ വേരുകൾ പിണയുന്നതിൻ്റെ വരികളാണ് ഇലയിലെ ചിരികൾ എന്ന് പറയുന്ന, അങ്ങനെയുള്ള ചില വരികൾ നമുക്ക് കിട്ടും. ഒരുപാട്. കാരണം പുള്ളി ഇതേപോലെ കൗതുകങ്ങൾ ഇങ്ങനെ തന്നോണ്ടിരിക്കും. പിന്നെ ഈ മീറ്ററിന്റെ കറക്റ്റ് സ്കെയിൽ വെച്ച് മുറിച്ച പോലെയാണ് വരികൾ. തക്കിട്ട തക്കത്തിമി തക്കത്തിമി തജം, തക്കിട്ട തക്കത്തിമി തക്കത്തിമി തജം, കനലുമലയുടെ മുകളിൽ ഒരിടം, കുറുകെ പഴകിയ പെരിയൊരു വടം, ഉല്ലയും അതിൽ ഇവനുടെ ഇരുപദം, തകതിമി തജം. അങ്ങനെ കറക്റ്റ് അതിനകത്തൊരു അക്ഷരം എടുത്ത് കളയാൻ. സ്വപ്നം ഒരു ചാക്ക്, തലയിൽ അത് താങ്ങി ഒരു പോക്ക്, ഉടയവനലിഞ്ഞു വിളി കേട്ട് ഇവന് വഴി കാട്ട്. അങ്ങനെ ട്യൂൺ കൊടുത്താൽ അക്ഷരം അതിനകത്തൊന്നും എടുക്കാനോ വയ്ക്കാനോ ഇല്ലാത്ത പെർഫെക്ഷനാണ്. അത് ഒരു ക്വാളിറ്റിയാണ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ കൗതുകം, ഇനി ഇതെന്തായിരിക്കും എഴുതാൻ പോവുക, ഇതെന്തായിരിക്കും. ഞാൻ അങ്ങനെ ട്യൂണുകൾ ഇങ്ങനെ കൊടുക്കും പുള്ളിക്ക്, ഒരു ചാലഞ്ച് പോലെ. അപ്പോൾ
പ്രണയവും വിരഹവും നിറപടമെഴുതിയ പ്രകൃതി തൻ ചുവരില അടയാതെ കാക്കുമൊരു വാതിലേത് ഋതുവിലുമിതിലെ നീ വരാ. അങ്ങനെ വരിക്ക് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അങ്ങനെയുള്ള മീറ്ററിൽ അങ്ങനെ നമ്മളൊരു കാർപ്പൻറ്റർ ഇത് ചെയ്യണ പോലെയാണ് എൻ്റെ ശില്പം. കറക്റ്റ് മെഷറിലായിരിക്കും വരെയല്ലേ. ബി കെ ഹരിനാരായണൻ അരി ഈ പറഞ്ഞ പോലെ അരിക്ക് ഇത് രണ്ടുപേരോട് മിക്സ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അരി ലൈക്ക് പുള്ളി ഒരേ സമയം ഒരു കവിയാണ്, അതേസമയം പുള്ളി മീറ്ററിൽ ഇതേപോലെ കൃത്യമായിട്ട് എഴുതും വിത്ത് ഇൻ നോ ടൈം. അതാണ് അരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അരി പെട്ടെന്ന് എഴുതും. അതിനകത്ത് ഇൻറ്റൻസിറ്റി ഉണ്ടാവും, അതിനകത്ത് അളവുകൾ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ നമ്മളെ സ്വാധീനിക്കുന്ന ഈ പറഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ശിലയുടെ മാറിലെ എന്നുള്ള പാട്ട്, നീരിൻ ചാലായി, അത് ആശ്വാസം എന്ന് പറയുന്നതാണ് അതിന്റെ പാട്ട്. ശിലയുടെ മാറിലെ നീരിൻ ചാലായി, ഇരുളല വാതിലിൽ വെള്ളിക്കീറായി, വേവും മരങ്ങൾക്ക് പൂക്കാലം പോൽ, ശീതം വിറയ്ക്കുന്ന പ്രാവിനു കൂടായി. അവിടെയൊക്കെ ആ ഒരു മീറ്ററിന്റെ ഒരു അതെ ഉണ്ട്. അപ്പം ഇത് ഈ ആശയം കറക്റ്റാണ്. അത് ആ സിനിമ ചെയ്തിട്ട് വീഡിയോസ് വിഷ്വല് കണ്ടെഴുതിയതാണെന്ന്. അതെ, അങ്ങനെ കുറെ സിനിമകൾ ചെയ്യാറുണ്ട്. ആദ്യമായിട്ട് ഞാൻ ചെയ്ത ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ മൂവി ശ്യാം പ്രസാദ് സാറിന്റെ അദ്ദേഹത്തിന്റെ മൂവിയാണ്. പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷമാണ് പാട്ട് ചെയ്യുന്നത്. ഇളവയിൽ അങ്ങനെയുള്ള പ്രകാശമേ 2 പാട്ടുണ്ട്. അതേപോലെ പിന്നെ കുറെ പടങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പാട്ടുകളെല്ലാം ചെയ്ത് രക്ഷാധികാരി ബൈജു അതെല്ലാം അങ്ങനെ ചെയ്തതാണ്. കണ്ടിട്ട് മ്യൂസിക് ചെയ്യുന്നതാണ്. അപ്പൊ വിഷ്വൽ അയച്ചു തന്നിട്ട് വിഷ്വല് സിനിമ തന്നെ തരും, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ തരുന്നു. അതിന്റെ കൂട്ടത്തില് പാട്ട് ചെയ്യുന്നു. ഈ ഇൻഡിപെൻഡന്റ് സോങ്സ് ഇപ്പം ആദ്യം മുതൽ വിജയേട്ടൻ നല്ല തിരക്കി ആയിട്ടിരുന്ന സമയം തൊട്ടേ ഇൻഡിപെൻഡന്റ് സോങ്സ് പാരലലി ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രീം വേണം എന്നുള്ളതൊരു ബോധപൂർവമായിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ബോധപൂർവം തന്നെ. സിനിമ നമുക്ക് അത്ര സ്വാതന്ത്ര്യം തരില്ലല്ലോ. നമ്മൾ സിനിമ തരുന്ന ഒരു ഇതിൽ നിന്നിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് നമ്മളുടെ ആലോചനകൾ അതിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കൊന്ന് സ്വതന്ത്രമായിട്ട് അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യണമല്ലോ. അങ്ങനെ ആലോചിച്ചതാണത് ബോധി എന്നുള്ള സ്പേസ് ഉള്ളത്. പിന്നെ അങ്ങനെ ചെയ്തു. പിന്നെ കുറേ പേര് അങ്ങനെ സമീപിച്ചു, അങ്ങനെ ചെയ്യാമോ, ഇന്ന പാട്ട്, ഇന്ന ആശയം, പിന്നെ ചില സോഷ്യൽ പൊളിറ്റിക്കൽ ഇതൊക്കെ വരുമ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ഒരു പാട്ട് ചെയ്തോളെ എന്നുള്ളൊരു കാര്യങ്ങൾ അങ്ങനെ ചെയ്യും. അതിൽ അയ്യനും വിത്ത് അതൊക്കെയാണ് ഏറ്റവും അയ്യൻ മറ്റത് അയ്യൻ എന്നുള്ളത്. അത് ഇടക്കാലത്ത് ഒരുപാട് സാമൂഹികമായിട്ടുള്ള ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ കലാപരമായിട്ട് തന്നെ നിലപാടുകൾ വിജയേട്ടൻ പാട്ടിലൂടെ സൃഷ്ടികളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എനിക്ക് തോന്നുന്ന അങ്ങനത്തെ ഒരു ഇടപെടലോ ഒന്നും നമ്മളുടെ ഒരു അഗ്രഷന്റെ അളവുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതെന്ത് ബോധപൂർവമായിട്ടുള്ള പിന്മാറ്റമായിരുന്നോ? പിന്മാറ്റത്തിന്റെ അല്ല, അത് ആരോടാണ് ഈ പറയുന്നത് എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ. അങ്ങനെ ഒരു തീരുമാനം, പ്രതികരണങ്ങൾ ഇപ്പോൾ വിലയില്ലാത്ത അവസ്ഥ പോലെ തോന്നാറുണ്ട് പലപ്പോഴും. കുറച്ച് പേര് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ നടന്നിരിക്കും എന്നുള്ളൊരു അവസ്ഥ ഇപ്പോൾ ഉണ്ടല്ലോ. നമുക്ക് പ്രതികരിച്ചിട്ട് എന്താ കാര്യം? കുറച്ച് ചീത്ത കേൾക്കാം, വീട്ടുകാരെയൊക്കെ കുറച്ച് ചീത്ത കേൾക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല അവിടെ. എന്നാലും പാട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് നിലപാടുകളും സ്റ്റാൻഡുകളൊക്കെ അറിയാവുന്നവർക്ക് അറിയാം. ചെയ്യില്ല എന്നുമില്ല കേട്ടോ. അവസരം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതെ ചെയ്യും. പിന്നെ ഇന്ന വിഷയം വന്ന് ഒന്നൊരു പാട്ട് ചെയ്തേക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനൊരു എസ്തെറ്റിക്കൽ വാല്യൂ കൂടി ഉണ്ടാവണം. ഇപ്പോൾ അയ്യൻ എന്ന് പറയുന്ന ഇത് ഞങ്ങൾ ഹരിയും ചേർന്നിട്ട് ചെയ്ത ഒരു ഭക്തിഗാനം തന്നെയാണ് ശരിക്കും. ഞങ്ങളുടെ ഭക്തി ഇങ്ങനെയാണെന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ കൺസീവ് ചെയ്തത്. ഇപ്പോൾ വിത്ത് എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്തിരിക്കണമെന്ന് തോന്നി ആ സമയത്ത്. അങ്ങനെയൊക്കെ. പിന്നെ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ക്യാമറയും ഇതൊക്കെ ഇട്ട് അതിൻ്റെ പിന്നാലെ പോകണം, ഷൂട്ട് ചെയ്യണം. അതൊക്കെ നമ്മൾ
ഒരു താങ്ക്ലെസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണത്. ഗിരീഷ് പുത്തഞ്ചേരി സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു കേട്ടതാണ്, ഇത് ഈ പാട്ട് എഴുതുന്നതിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടത് പാട്ട് അതിൻ്റെ പൈസ മേടിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. പാട്ട് എഴുതുന്നത് അതിൽ എളുപ്പമാണ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ സാമ്പത്തികപരമായിട്ട് ഇപ്പം ഈ ഒരു ഇതിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീ രഞ്ജിത്ത് ശങ്കറിൻ്റെ ഒരു കണ്ടിരുന്നു. ഈ സംവിധാനം സിനിമയിലേക്ക് വരുന്ന ആൾക്കാർ ബേസായിട്ട് അവർക്കൊരു ജോലി ഉണ്ടാവണം, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുതിയ അഭിപ്രായം ആണ് ശരിക്കും. ഒരു ആർട്ട് ഫോമിനെ ആർട്ട് ഫോം മാത്രമായിട്ട് കാണുന്നവരുണ്ട്, അതിനെ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ മാത്രം കാണുന്നവരുണ്ട്. ഇതിൻ്റെ ഒരു രണ്ടിൻ്റെയും കൂടി ഒരു ഇക്വേഷൻ. പിന്നെ മ്യൂസിക് പണ്ടത്തെ അത്രയും ദാരിദ്ര്യമുള്ളൊരു മേഖലയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി പൊതുവെ ഒരു കല്യാണമോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിക്കോ പോലും കൺസേർട്ടുകൾ ഉണ്ടാവുമല്ലോ. പണ്ട് അങ്ങനെയൊന്നുമില്ലല്ലോ. ഒരു വരുമാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊന്നും അന്ന് ആരും ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇന്ന് അങ്ങനെ ഇല്ല. നല്ല മ്യൂസീഷ്യൻസിനൊക്കെ ഒരുപാട് പ്രോഗ്രാംസും റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പൈസ, ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പൈസ കിട്ടുക എന്ന് പറയുന്നത് അതൊരു മിടുക്കാണ്. മ്യൂസിക്കിന് അത്രയും പ്രശ്നങ്ങൾ ഇല്ല. ഇപ്പം എന്നെ പറ്റിക്കാൻ പറ്റില്ല. ഞാൻ നിന്ന് കൊടുത്താൽ മാത്രമേ എന്നെ പറ്റിക്കുള്ളൂ, അല്ലാതെ ഒന്നും എന്നെ പറ്റിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ കണ്ടന്റ് ഇരിക്കുകയാണല്ലോ, അത് കൊടുത്താൽ കാശ് തന്നാലേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തീരാന്ന്. പക്ഷെ പാട്ടെഴുത്തുകാർക്ക് അങ്ങനെയല്ല. പാട്ടെഴുത്തുകാർ ഒരു പക്ഷേ ഏറ്റവും ആദ്യം സംഭവിക്കുന്ന ഒരു പരിപാടി എഴുതി അങ്ങ് മേടിച്ചുകൊണ്ട് പോകും. നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഈ അനുഭവം ഉണ്ട്. റഫീഖേട്ടനൊക്കെ അറിയാൻ പറ്റും, ബിജി അതിൻ്റെ വല്ലതും കിട്ടുമോ എന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. വല്ലതും സന്തോഷം അങ്ങനെ പറയാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെ പാട്ടെഴുത്തുകാർക്ക് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ പറ്റാറുണ്ട്. പക്ഷെ ഇപ്പൊ പലരും വളരെ പ്രൊഫഷണൽ ആയിട്ടൊക്കെ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യുന്നതും അങ്ങനെ ആവാറുണ്ട്. ഇത്രയും അധികം ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിൽ വരുന്നത് ഇങ്ങനെ ഒരു സംഭവം, ഇപ്പോൾ പൈസയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞപ്പോൾ, നമ്മളിപ്പോൾ ഒരാളോട് പൈസ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവർ വേണ്ട അടുത്ത ആൾ മതി എന്നുള്ള അങ്ങനത്തെ പ്രവണതകളുണ്ടോ? പ്രവണതകളുണ്ട്. കാരണം സിനിമ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അവസരവാദികളുടെ മേഖല കൂടിയാണല്ലോ സിനിമ. അത് അവസരം വേണോ പൈസ വേണോ എന്നുള്ളതാണ് ചോദ്യം. എന്നുള്ളൊരു ഒബ്വിയസ് ആയിട്ടുള്ളൊരു ചോദ്യം അവിടെ കിടപ്പുണ്ട്, ഇംപ്ലൈഡ് ആയിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അതിനെ തരണം ചെയ്യണമെങ്കിൽ അതിനെ പ്രൊഫഷണലിസം എന്ന് പറയുന്നൊരു കാര്യം വരേണ്ടി വരും. അത് നമ്മളുടെ സിനിമയിലൊന്നും അധികം വന്നിട്ടില്ല. നമുക്കൊരു കരാറ് പോലും നമ്മളുടെ നിന്ന് മേടിക്കാറില്ല, ഒരു കോൺട്രാക്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു മേഖലയാണ്. ഒരു പക്ഷെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കഥാതന്തു, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നൊരു സിനിമ എന്നൊക്കെ പറയാം. അതിനിടയിൽ കോൺട്രാക്ട് ഒപ്പിടാന്ന് പറയാൻ പറ്റുന്നൊരു സ്പേസ് ഇല്ല. അവിടെ മാനേജേഴ്സ് വേണം, സെക്രട്ടറിമാർ വേണം, അവർ തമ്മിൽ സംസാരിക്കണം. ബാക്കി പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കും എന്ന് പറയും. അപ്പോൾ ഞാൻ പറയണം അതിൻ്റെ മാനേജർ നമ്പർ തരാം, എല്ലാവരും സംസാരിക്കും. അപ്പോൾ ഇത് വേറെ ഒരു ഇത് വരും. അപ്പോൾ അങ്ങനെ വരണം. ഒരു ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി പ്രൊഫഷണലിസം ആണല്ലോ. അത് വരുമ്പോൾ ഇതൊക്കെ ശരിയാവും കുറേയൊക്കെ. ഇതല്ലാതെ ഒരു ചങ്ങാത്തം, വളരെ കുറച്ച് ദൈർഘ്യമുള്ളൊരു ചങ്ങാത്തത്തിൻ്റെ പേരിലാണ് പലതും സംഭവിക്കുന്നത്. ഈ ചങ്ങാത്തത്തിൻ്റെ ഇടയിൽ പൈസ വയ്ക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ. സത്യനന്ദിക്കാട് ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ആളോട് എപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പഴയ കാലത്തെ പോലെ സിനിമകൾ ചെയ്യാത്തത്, അതുപോലെ കഥാപാത്രങ്ങൾ, അതേ പശ്ചാത്തലങ്ങൾ അങ്ങനെയൊക്കെ ഇപ്പോഴും ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ്, ഞാൻ അതുപോലത്തെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കാം, പക്ഷെ അതിന് ചെയ്യാനുള്ള ആൾക്കാർ ലളിത ചേച്ചിയോ ശങ്കരാടി ചേട്ടനോ തിലകൻ ചേട്ടനോ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കിയാലും അത് ചെയ്യാനുള്ള ആൾക്കാരില്ല ഇപ്പോൾ എന്ന് പറയും. മ്യൂസിക്കിൽ അത്തരം ഒരു ക്രൈസിസ് എപ്പോഴെങ്കിലും വിജയേട്ടന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അത്തരം കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു അഭിപ്രായമില്ല. കാരണം എല്ലാ കാലത്തും ഒരാളില്ല എന്നുള്ള അയാളുടെ സ്പേസ് നികത്താൻ മറ്റൊരാൾ ഈ ലോകത്ത് വരില്ല, ഉറപ്പായിട്ടും വരില്ല. അത് ആരായാലും അങ്ങനെ വരില്ലല്ലോ. അപ്പോൾ നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ മറ്റൊരു പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ അതെങ്ങനെ നമ്മളെ സന്തോഷപ്പെടുത്തുന്നു എന്നുള്ള നോക്കിയാൽ പോരെ. അതല്ലാതെ പ്രതിഭകളില്ലാതിരിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ലോകത്തെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയ പ്രതിഭകളെ നമ്മൾ വില കുറച്ച് കാണാനും പറ്റില്ല. അവരൊക്കെ ഇതിഹാസങ്ങൾ തന്നെയാണ്. പക്ഷെ
നമ്മളിപ്പോഴും പ്രതിഭകളുടെ ചുറ്റും നടുക്ക് തന്നെയാണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതെങ്കിലും അല്ല ഇപ്പോൾ ഞാനിപ്പോൾ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അന്നത്തെ ഇപ്പോൾ രവീന്ദ്ര മാഷൊക്കെ ചെയ്ത പാട്ടുകൾ മിക്കവാറും എല്ലാം ഈ ദാസാറാണല്ലോ പാടിയിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പാട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് സത്യമാണ്, ഒരു പരിധിവരെ സത്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു പാട്ട് ഇപ്പൊ ആരാണ് കേൾക്കുന്നത്? ഇപ്പൊ കുട്ടികൾ, മേ ബി എൻ്റെ മകന്റെ പ്രായം അല്ലെങ്കിൽ 20 വയസ്സ് 15 വയസ്സുള്ള ഒരു കുട്ടി അങ്ങനെ ഒരു പാട്ടല്ല കേൾക്കുന്നത്. അവരുടെ ആസ്വാദനം മാറി. അവർ വേൾഡ് മ്യൂസിക് കേട്ടു തുടങ്ങിയതോടുകൂടി ഇത് കേൾക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. 100 പാട്ടുകളിൽ ഒന്ന് മാത്രമാണ്. മറ്റു പല ഇലക്ട്രോണിക് മ്യൂസിക് അടക്കം പല ശൈലികളും കേൾക്കുന്ന കാലത്ത് ആണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയൽ വോയിസ്, ഐഡിയൽ മ്യൂസിക് എന്നുള്ള ഒന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ ഒരു പടം സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരം ഒരു ഹിപ്പ് ഹോപ്പ് ചെയ്യുന്നു. അതിനൊരു റീസൺ ഉണ്ട്. നമ്മൾക്കത് പറ്റില്ലെന്നല്ലേ ഉള്ളൂ, സംഭവിക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു കാലത്ത് അനിവാര്യമല്ലാത്തൊരു കാര്യവും നമ്മൾ ഇവിടെ സംഭവിക്കുന്നില്ല, ആയത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ ലെജൻസ് ഇവരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, വിജയൻ ദാസാറ്, ജയേട്ടൻ, ചിത്രാമ്മ. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു രീതികൾ മാസ്റ്റേഴ്സ് അല്ലേ. അവര് എത്രയോ 10,000-കണക്കിന് പാട്ടുകൾ പാടിയതിനു ശേഷം നമ്മളുടെ ഒരു പാട്ടൊക്കെ പാടാൻ വരുന്നത്. അപ്പം നമ്മളുടെ ഒരു പ്രിവിലേജ് എന്നുള്ള രീതിയിൽ മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. അവർക്കതൊന്നും ഒരു നാഴികക്കല്ലൊന്നുമല്ല. അവര് പാടുന്നു. ഇന്നത്തെ ആൾക്കാരും അവരും തമ്മിലുള്ള എങ്ങനെ നോക്കുമ്പോൾ അത് എക്സ്പീരിയൻസിന്റെ ഗുണമുണ്ടല്ലോ. ലങ്കാലക്ഷ്മിയില് രാവണൻ പറയുന്ന പോലെ മുടി തലയിൽ നര കയറാൻ കാലം കഴിയുക തന്നെ വേണം എന്നൊരു ഡയലോഗുണ്ട്. അതുപോലെ മുടിയിൽ നര കയറാൻ കാലം കഴിയുക തന്നെ വേണം. അതേപോലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ എത്രയോ മൈക്കിന്റെ സിംഗിങ് എക്സ്പീരിയൻസ് തന്നെ വലിയ കാര്യമല്ലേ. ഇപ്പോൾ അറിയാൻ പറ്റുമല്ലോ, പിന്നെ ഇതൊക്കെ അറിയാം. സ്റ്റുഡിയോയിൽ മൈക്കിന്റെ മുമ്പിൽ എങ്ങനെ നമ്മൾ ചെയ്യണം, എത്ര അകലം ഭാവിക്കണം, എത്ര ഒരു വാക്ക് പറയുമ്പോൾ മൈക്കിനോടെ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ അതൊരു ഇൻ്റലിജൻസ് അല്ലേ. അത് മുതൽ ശബ്ദം, അക്ഷരം, എയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് വേറെ, പിന്നെ സ്കില്ല് വേറെ. ഇങ്ങനെ പാട്ടിനെ സമീപിക്കുന്ന രീതി ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അതൊരു കാര്യം തന്നെയാണ്. എക്സ്പീരിയൻസ് ഉള്ളവരുടെ അത് അവര് ബോധവാന്മാരോ ബോധവതികളോ ആയിട്ടല്ലായിരിക്കാം. ആ എക്സ്പീരിയൻസ് അവരെ കൊണ്ട് ചെന്നെത്തിക്കുന്ന ഒരു പൊസിഷനുണ്ട്. അത് നമ്മൾ കാണണം. അത് കണ്ട് നമ്മൾ ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രാക്ടീസൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഈ ജയേട്ടനുമായിട്ട് കുറച്ചും കൂടി ആത്മബന്ധം ഉണ്ടല്ലോ. പലപ്പം ചേട്ടൻ എന്നോട് വരെ പറഞ്ഞിട്ടുണ്ട്, വിജി എപ്പോഴും വളരെ സ്നേഹത്തോടു കൂടി പറയാറുണ്ട്. ജയേട്ടനായിട്ടുള്ള സെഷൻസ്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ പോലെ പുള്ളിക്ക് പുതിയ പാട്ട് പാടുന്ന ഒരു കൗതുകം, അങ്ങനെ അതിനേക്കാൾ കൂടുതൽ ഒരാൾ വരുന്നു, പ്രിയപ്പെട്ട ഒരാൾ വരുന്നു, കുറെ സംസാരിക്കണം, കുറെ പാട്ട് ചർച്ച ചെയ്യണം, പഴയ പാട്ടുകളെ കുറിച്ച് കുറച്ച് പ്രൊമോഷൻസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള. പിന്നെ പാട്ട് പാടി നമ്മൾ പറയണം, ചേട്ടാ പാടിയാലോ, പാടല്ലേ, പാടാം, കയറാം, അത് പാടിയിട്ട് അങ്ങനെ ഇത് ചെയ്യാൻ നമ്മൾ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാം. അതെ അതെ. പിന്നെ പാടാനും പഴയ പുള്ളിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടുക, ഞാനെപ്പോഴും കൂടെ ഇരുത്തിയാണ് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുക. സിംഗിങ് സ്വിറ്റിൽ ചെന്നിട്ട് ഒപ്പം കസേര ഇട്ടിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ടാണ് പാടിക്കണം. അപ്പോൾ അതൊരു അദ്ദേഹമായിട്ട് മാത്രമേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. പലപ്പോഴും ഈ പാട്ട് വെച്ച് കേൾപ്പിക്കുമായിരുന്നു. തൃശ്ശൂർ തന്നെയാണല്ലോ, അപ്പോൾ പുതിയ പാട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ വിളിച്ച് കേൾപ്പിക്കും. അപ്പോൾ ഈ നമ്മുടെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ. അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഇത്രയും പാട്ടുകൾ പാടിയ ആള് ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ, അതും ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാള്, ഞാനതിൽ അപ്പം നമ്മളെ സന്തോഷിക്കുന്ന ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അങ്ങനെ ഒരു ചെറിയ കുട്ടികളുടെ ഒരു പ്രകൃതമാണ്. അല്ലാതെ അദ്ദേഹം മാറാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമനിൽ നിന്നേ നമുക്ക് ഒരു പ്രിറ്റൻഷൻസ് ഉണ്ടെങ്കിലല്ലേ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് കുറവാണ്. അപ്പം അതിൻ്റെയാണ് ആ ഒരു ഇന്നസെൻസ് എനിക്ക് തോന്നിയത്. പിന്നെ പുള്ളിയുടെ ദേഷ്യം, ഡിസ്റ്റർബ്ഡ് ആകുക, ഫ്രസ്ട്രേറ്റഡ് ആകുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു ബേസിക് ക്യാരക്ടറിൻ്റെ ഇതുകളാണ്, പ്രത്യേകതകളാണ്.
കമ്പോസേഴ്സ് മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പം ചിലർ ഹൃദയം കൊണ്ട് കമ്പോസ് ചെയ്യുന്നു, ചിലർ മ്യൂസിക് അറിഞ്ഞ് അതിൻ്റെ ഒരു കണക്കുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് കമ്പോസ് ചെയ്യുന്നു. എനിക്ക് പലപ്പോഴും ജോൺസൺ മാഷ് ചെയ്യുമ്പം കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. അതേപോലെ വിജയേട്ടൻ ചെയ്യുമ്പം കുറച്ച് ബ്രെയിനും കൂടി അതിനകത്ത് വരുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ വെച്ച് കമ്പയർ ചെയ്യല്ല, അങ്ങനെ റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു പാട്ട് ഇങ്ങനെയായിരിക്കും അവസാനിക്കുന്നതെന്ന് തോന്നുന്നിടത്തല്ല അത് അവസാനിക്കുക, അവിടെ നിന്ന് വേറെ റൂട്ടിലേക്ക് പോകും. നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ഒരു എൻഡായിരിക്കും ആ പാട്ടിന് ഉണ്ടാവുക. അതുപോലെ നമ്മൾ വിചാരിക്കുന്ന ഒരു അനുപല്ലവി ഉണ്ടാവും, അതായിരിക്കില്ല, അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുപല്ലവി ആയിരിക്കും. അങ്ങനെ പലപ്പോഴും വിജയേട്ടൻ്റെ പാട്ടുകൾ തോന്നില്ല. പലപ്പോഴും ഞാനിങ്ങനെ പഠിച്ചു വെച്ചിട്ട് പിന്നെ കേൾക്കുമ്പോഴയ്യോ ആ നോട്ടല്ലല്ലോ എന്ന് തോന്നുന്നത്. അങ്ങനെ ഈ സംഗീതജ്ഞാനവും മനസ്സും ബ്രെയിനും കൂടി കലർത്തി മ്യൂസിക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ബ്രെയിനും കൂടി എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം 100% ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരിപാടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിനുശേഷം നമ്മൾ അതിനെ ഇഷ്ടപ്പെടുക പറ്റുമോ എന്നുള്ളത് നോക്കുക, ഇഷ്ടപ്പെടാൻ പറ്റുമോ നമുക്ക്, അങ്ങനെയാണെങ്കിൽ അടുത്ത ആളിലെ കേൾപ്പിക്കാം എന്നുള്ളൊരു അവസ്ഥയിലാണ് തോന്നുന്നത്. കാരണം ഈ കവിതയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ജാഗ്രത വേണ്ടത് എനിക്ക് തോന്നുന്നു ഈണത്തിനായിരിക്കണം. അല്ലെ പിന്നെ നമ്മൾ ആകെ ഒരു 7 സ്വരങ്ങൾ അല്ലെങ്കിൽ 12 സ്വരങ്ങൾ എല്ലാം ചേർത്ത് അതിൻ്റെ ഉള്ളിൽ എത്ര ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഈണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. ഇനിയും അത് വെച്ച് തന്നെ നമ്മൾ പുതിയ ഈണം ഉണ്ടാക്കുക എന്നുള്ളത് അത് ഒരിക്കലും പുതിയതല്ല, പുതിയ കോമ്പിനേഷൻസാണ്, പുതിയ പ്രോബബിലിറ്റീസാണ്, പുതിയ ഫ്രേസുകളുടെ കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമുക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഈണം എന്ന് പറയുന്നത് ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വരം എന്ന് പറഞ്ഞല്ലോ, പ്രതീക്ഷിക്കുന്ന സ്വരം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള പാട്ടിൻ്റെ സ്വരമാണ് ഈ വരുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ എനിക്കും അത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് വരാതെ നമ്മൾ തന്നെ നമ്മളെ വഴിതെറ്റിച്ച് വിടുക എന്നുള്ളതേ പറ്റുള്ളൂ. പിന്നെ ഈ സ്വരങ്ങൾ അടുക്കിപ്പെറുക്കി, ഇപ്പോൾ നമ്മൾ പല തുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയുന്നത് എവിടെ നിന്നാണ്? പല തുള്ളികൾ ഒരു പെരുവെള്ളമാകുന്ന പോലെ പല സ്വരങ്ങളാണല്ലോ ഒരു പാട്ടാകുന്നത്. അപ്പോൾ ഒരു സ്വരം വന്നാൽ ഒരു സ്വരം അടുത്ത സ്വരം ഏത് വേണം എന്നുള്ളത് നമ്മൾ അപ്പോൾ ട്യൂണായി. മലരുകൾ ഒരു വരിയായി. അപ്പൊ മലരുകൾ എന്നാക്കിയാൽ മറ്റൊരു ട്യൂണായി അല്ലേ? മലരുകൾ വേറെ ട്യൂണായി. ഇതേ നോട്ടുകൾ മാറ്റും. മലരുകൾ വളരെ എന്താ പറഞ്ഞ പോപ്പുലർ ട്യൂണുകൾ ഇതൊക്കെ. മലരുകൾ കുറച്ചും കൂടി റെയറായി. മലരുകൾ പിന്നെയും റെയറായി. മലരുകൾ വേറെ. അപ്പൊ അങ്ങനെ മാറ്റി ആലോചിക്കും ഇത്. അപ്പോൾ റെയറുമായിരിക്കണം, പക്ഷേ ഇഷ്ടപ്പെടുകയും വേണം അല്ലേ? വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസണൻസ് കൊടുക്കാൻ പറ്റണം. അല്ലാതെ ആർക്കും ഫോളോ ചെയ്യാൻ പറ്റാത്ത അവിടെ തെക്ക് വടക്ക് ഓരോ നോട്ടുകൾ ഇട്ടിട്ടും കാര്യമില്ല. അത് അങ്ങനെയൊക്കെ കുറച്ച് വെല്ലുവിളികളുണ്ടല്ലോ. അപ്പം അത് ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതാണ് നമ്മളെ ബ്രെയിൻ ഇങ്ങനെ, അതായത് മനസ്സിൽ നിന്ന് ധ്യാനത്തിലുണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് പഴയ പാട്ട് വരുന്നതാണ്, തികട്ടി വരുന്നതാണ്. ആൾക്കാരെ അങ്ങനെ പറഞ്ഞ് പറ്റിക്കും. പക്ഷെ അത് നമ്മൾ ചെയ്ത പാട്ടുകളും ചിലപ്പോൾ ആവർത്തിക്കപ്പെടുമല്ലോ, നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ബോധപൂർവം തന്നെയാണ് ആവർത്തിക്കപ്പെടുക. അതിനെയൊക്കെ മാറ്റുന്ന രീതിയിൽ വേണം പുതിയതായിട്ട്. ചിലപ്പോൾ നമ്മളുടെ തന്നെ ആവർത്തിക്കാറുണ്ട്, പലപ്പോഴും ബോധപൂർവം ആവർത്തിക്കാറുണ്ട് ചില ഫ്രേസുകൾ. അതിനെയാണ് സിഗ്നേച്ചർ നമ്മൾ പറയുമല്ലോ. ഇന്നയാളുടെ പാട്ടുകൾ പെട്ടെന്ന് മനസ്സിലാവും. അത് ഇതുകൊണ്ടാണ് പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടാവും പലപ്പോഴും. ഈ പാട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചതാണ്. അതിൻ്റെ വരിയും ട്യൂണ് കോംപ്ലിക്കേറ്റഡും ആണ്. എന്നാൽ വരിക്ക് കറക്റ്റായിട്ട് മേലേ മേഘക്കൊമ്പിൽ ചന്നം പിന്നും മിന്നൽ തൊട്ട് പുതുമഴയുടെ കുടമുടയും കാലം. അവിടെ ഉടഞ്ഞു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. മഴ ഇങ്ങനെ വന്ന് താഴെ വീഴുന്ന ഒരു ഫീലും ഉണ്ട്. പക്ഷെ അങ്ങനെ കേട്ടിട്ടുമില്ല. അങ്ങനെ അതിലും റഫീഖ ഭയങ്കര രസമായിട്ടുള്ള കുറേ വരികളുണ്ട്. റഫീഖയുടെ ഒപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പം അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ
ശരിക്കും എൻ്റെ മനസ്സിലുള്ള ആ ഒരു മൂല്യങ്ങളെല്ലാം ഉള്ള ഒരു പാട്ടാണ് അയ്യൻ അയ്യൻ എന്ന് പറഞ്ഞ പാട്ട്. എനിക്ക് ഞാൻ ഇതുവരെ കേട്ടാൽ വെച്ചിട്ട് എൻ്റെ കേൾവിയുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അധികം കേട്ടിട്ടുള്ള അയ്യപ്പൻ ഭക്തിഗാനങ്ങളിലെ ഏറ്റവും അതിൻ്റെ വരികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വരികളാണ്. അയ്യൻ അയ്യന് എനിക്ക് തോന്നുന്നു അത് അത്രയും പോപ്പുലറായ ഒരു പാട്ടല്ല, പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. ആ പാട്ടിനെ പറ്റിയിട്ടൊന്ന് പാടുകയോ. 41 എന്ന് പറയുന്ന സിനിമയിൽ അപ്പൊ അയ്യപ്പനെ കാണാൻ പോകുന്ന ഒരു 2 കമ്മ്യൂണിസ്റ്റുകാരുടെ കഥയാണ് ശബരിമല. അപ്പൊ അയ്യപ്പനെ കാണാൻ മറ്റു ദൈവങ്ങളുടെ പോലെയല്ല, അയ്യപ്പൻ കുറച്ചും കൂടി സോഷ്യലിസ്റ്റ് ആണ്, കുറച്ചും കൂടി പ്രോഗ്രസീവ് ആണ്. അപ്പോൾ അല്ലെ, അങ്ങനെയാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ മേൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരോപിക്കും. നമുക്ക് എന്തൊക്കെ നന്മകൾ വേണോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ തലയിൽ ചൊരിയാലോ. വേറെ ഒരു ദൈവം അത് സമ്മതിച്ചു തരണമെന്നില്ല. അപ്പം അത് ഒരേ സമയം തത്വമസി മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഓരോ കോൺസെപ്റ്റ് ഉണ്ട്. കൊച്ചു തൊമ്മൻ എന്ന് പറയുന്ന സുഹൃത്ത്, വാവരെന്ന് പറയുന്ന വേറെ സുഹൃത്ത്, ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ കാടിൻ്റെ ഉള്ളില്. അപ്പൊ അങ്ങനെ എല്ലാ ഈ അദ്വൈത സിദ്ധാന്തമാണെങ്കിലും പിന്നെ സോഷ്യലിസം, സംഘം, ബുദ്ധ വിഹാരം ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഘം ബോധം എല്ലാവരും ചേർന്ന് ഒരേ സമയം ഇത് വിളിക്കുക, അങ്ങനെയൊക്കെ പറയുന്നത് അവരെല്ലാം അങ്ങനെ ഒരു നമ്മൾക്ക് ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എല്ലാ കാര്യങ്ങളും നമുക്ക് ഇടാൻ പറ്റുന്ന സ്ഥലമാണ്. അത് നമ്മളിങ്ങനെ പറഞ്ഞു പോയപ്പോഴും ഉണ്ടായതാണ് ഈ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന പരിപാടികൾ. പിന്നെ ഒരു 2ാം നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയമാണോ ശരിക്കും. അപ്പോൾ ആ സമയത്ത് ഈ എഴുത്തച്ഛൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും അതുപോലെ അദ്വൈത സിദ്ധാന്തവും ഒക്കെ ചേർത്ത് അങ്ങനെ ഒരു പരിപാടി പിടിക്കാം. അങ്ങനെയാണത് പറയുക. പീഡയൊരാൾക്കും വരുത്താതിരിക്കുവാൻ തേടലീ ജീവിത സാരം എന്നൊക്കെ. പീഡയൊരാൾക്കും വരുത്താതിരിക്കുവാൻ തേടലീ ജീവിത സാരം, അങ്ങനെ എന്ന് പറയുന്നത് മറ്റേ പീഡ ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ എന്നുള്ള വരിയെന്നാണ് നാരായണ ഗുരുവിൻ്റെ. അതുപോലെ ആർത്തിപ്പെരുമ്പാമ്പിൻ വായിലിരുന്നിട്ടും തീനിനപേക്ഷിക്കും പോലെ പാന്തരായി പാതവക്കിലെ വാടകപ്പുര വാഴും. ട്യൂൺ എക്സാക്ട്ലി അതല്ല, അത് മറ്റേ ഇതാണ് എഴുത്തച്ഛൻ്റെ ചക്ഷുശ്രവണകളസ്തമാം ദുർദുരം. അതുപോലെ ഉപനിഷത്തിലൊക്കെ പറയുന്നത്, അദ്വൈതത്തിലൊക്കെ പറയുന്ന പോലെ നാനാജീവകുലങ്ങളിതൊറ്റയാം നൂലാൽ ബന്ധിതമാം എന്ന് പറയുന്ന വരി. അപ്പം അങ്ങനെ ഓരോന്ന് നമ്മൾ ഓരോ വരി കഴിയുമ്പോൾ നമുക്കിനി അടുത്തത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് പിടിച്ചാലും ഓക്കെ എഴുതുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അനുകമ്പാദശകം തട്ടാം. പീഡയൊരാൾക്കും വരുത്താതിരിക്കുവാൻ. അപ്പൊ ട്യൂൺ ഇട്ടിട്ടാണ് എഴുതുന്നത്. അപ്പൊ അങ്ങനെ എഴുതി അങ്ങനെ പോവുക. മറ്റേ എന്താ പറയാ, തനിച്ചൊരാളാളല്ല തനിക്കു താൻ പോരില്ല, പരസ്പരം ഊന്നാകണം എന്ന് പറയുന്നത്. ഒറ്റയ്ക്കൊന്നും ജീവിക്കാൻ പറ്റില്ല, കൈ കോർത്ത് തന്നെ പിടിക്കണം എന്ന് പറയുന്ന അതാണ് ഈ സംഘം ശരണം ഗച്ഛാമി എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ശരണം വിളി കൂട്ടായിട്ട് ഇങ്ങനെ ഹാർമണി നമ്മൾ പറയില്ലേ, അങ്ങനെയാണത് എഴുതി തീർത്തത്. മുന്നിലുള്ളതഖിലം ഇന്ദ്രിയാന്ധ നടനം. അതെ, അത് ഇപ്പൊ മായ എന്നൊക്കെ പറയുന്ന എല്ലാവരും ഇതിനെ കുറിച്ച് പറയുമ്പോൾ ശരത് സാറാണ് പാടിയിരിക്കുന്നത്. അതെ, ശരത് ഭയങ്കര ഭയങ്കര രസമായിട്ട് പാടിയിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പാട്ടാണ് അത്. കുറച്ചും കൂടി ആൾക്കാർ കേൾക്കണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ലിറ്ററേച്ചറിൽ ഒരുപാട് ഇപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസ് ഒരു സമയമായി കഴിഞ്ഞാൽ ഒരുപാട് എല്ലാ ജില്ലയുടെയും പേരിൽ വരെ ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ മ്യൂസിക്കിന് അങ്ങനെ ഒരു തുടക്കം വിജയേട്ടൻ ഇട്ടിരുന്നു. വിജയേട്ടനും ഫ്രണ്ട്സും കൂടി കരുണ മ്യൂസിക് ഫെസ്റ്റിവൽ പോലെ. അപ്പം അത് ഒരു ശരിക്കും മ്യൂസീഷ്യൻസ് ആയിട്ടുള്ളവർക്ക്, മ്യൂസിക് സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഉറപ്പായിട്ടും ഈ വർഷം
അവസാനം അല്ലെങ്കിൽ ഈ അടുത്ത വർഷം മെയ് അല്ലെ മാർച്ചിലൊക്കെ ആയിട്ടൊരു ഫെസ്റ്റിവൽ, വലിയ ഫെസ്റ്റിവൽ നടത്തും. പ്ലാൻ ചെയ്യുന്നു. ഒരു 5 day ഫെസ്റ്റിവൽ, വലിയ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടത്താനുള്ളൊരു പദ്ധതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്നു. ഓൾമോസ്റ്റ് ആയി. ഇനിയിപ്പോൾ പലരുടെയും മീറ്റിങ്ങുകളും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ബാക്കിയുള്ളത്. എന്തായാലും അത് നടത്തും. അതൊരു സത്യം പറഞ്ഞാൽ അന്ന് കരുണ ഒരു ശരിക്കും കേർട്ടൺ റേസർ എന്നുള്ള രീതിയിലായിരുന്നു, ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിലല്ല. ഫെസ്റ്റിവലിന് ഉള്ള ഒരു തിരി കൊളുത്തൽ. അപ്പോൾ ഇന്റർനാഷണൽ ലെവലിലുള്ള മ്യൂസിഷ്യൻസ് മാക്സിമം ആദ്യത്തെ പ്രാവശ്യം ആകുമ്പോൾ എത്ര പേര് വരും എന്നറിയില്ല, എന്നാലും നമ്മൾ മാക്സിമം ശ്രമിക്കും. ഒരു ഇന്റർനാഷണൽ ഒരു ബിനാലെയൊക്കെ പോലെ തന്നെ ഇപ്പോൾ ലോകത്തുള്ള പല ആളുകളും ഇവിടെ വരിക, ഇന്ത്യയിൽ തന്നെയുള്ള പല മ്യൂസീഷ്യൻസ് ഇവിടെ വരിക, കേരളത്തിലുള്ളതും ഒക്കെ ആയിട്ട് ചർച്ചകളും എല്ലാം അടക്കം ഫുൾ ഒരു ഇതായിരിക്കും. ഒരു ഡെലിഗേറ്റ്സ് കുട്ടികൾക്കും എല്ലാവർക്കും വന്ന് താല്പര്യമുള്ളവർക്ക് അവിടെ ജീവിക്കാം, കാണുക എന്നുള്ളതല്ല, അവിടെ ക്യാമ്പ് ചെയ്ത് ജീവിച്ച് ആസ്വദിച്ച് ഒരു വേ ഓഫ് ലൈഫ് ആക്കുക മ്യൂസിക്കിനെ എന്നുള്ളത്. ചിന്തിക്കുക, മ്യൂസിക്കിനെ കുറിച്ച് ചിന്തിക്കുക, അത് അങ്ങനെ ഒരു ഐഡിയ ആണ്. ഇപ്പോൾ വിജയേട്ടൻ പാട്ട് കമ്പോസ് ചെയ്യുന്നു, പാടുന്നു. ഇപ്പം മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി പാടുമ്പോൾ എങ്ങനെയാണ്? ഇപ്പം ശരത്തേട്ടന് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട് പണ്ട്, ഗോവിന്ദന് വേണ്ടി പാടിയിട്ടുണ്ട്. പിന്നെ കനിയെന്ന് പറഞ്ഞ പാട്ട്, അതെ, ശ്രീ ജയഹരിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പിടി പാട്ടുകളാണ് പാടിയിട്ടുള്ളത്. അത് ഇഷ്ടമാണ്. പക്ഷെ പിന്നെയും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പെട്ടെന്ന് ബിബിൻ അശോകിന്റെ പാട്ട് പാടി, പാട്ട് പാടി. മറ്റുള്ളവർക്ക് വേണ്ടി പാടുമ്പം അത് നമുക്ക് പൊതുവെ ആദ്യം പാട്ടുകാരെ കഷ്ടപ്പെടുത്താത്ത ഒരാളായിട്ടാണ് കേട്ടിട്ടുള്ളത്. ആദ്യത്തെ 10 മിനിറ്റ് കൊണ്ട് പാട്ട് പാടിക്കും, ബാക്കി വിജയേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അയച്ചു കൊടുക്കും പലപ്പോഴും, പഠിച്ചിട്ട് വരാൻ പറയും. പിന്നെ എന്താ വെച്ചാല് ഈ നമ്മൾ പാടുമ്പോൾ അത് നമുക്ക് പറ്റുന്ന പാട്ടാണോ എന്ന് ആദ്യം ഒന്ന് നോക്കും. പറ്റുന്നത് എല്ലാം ഒന്നും പറ്റില്ലല്ലോ. നമ്മളെ കൊണ്ടാകുന്ന ഒരു പാട്ടാണോ എന്ന് ആദ്യം നോക്കിയിട്ട് പറയാമെന്ന് പറയും, പിന്നെ ശ്രമിക്കും. മധുബാലകൃഷ്ണൻ സിംഗർ, അദ്ദേഹം ഒരു ബാൻഡ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സിംഗറാണല്ലോ ആള് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം പക്ഷെ അവർ വരെ ഇപ്പോൾ ഒരു ബാൻഡ് ആ ഒരു രീതിയിലേക്ക് പുതുമയിലേക്ക് അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ ട്രെൻഡ് വരുന്നതനുസരിച്ചിട്ട് എന്തെങ്കിലും മാറ്റം വിജയേട്ടൻ? അല്ല, പുതിയ ഞാന് ഇപ്പൊ നമ്മള് വേഷത്തിലൊന്നുമില്ലെന്നുള്ളൂ, ഞാൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇതല്ല, നമ്മള് മാറാത്തത് ഒന്നുമില്ലല്ലോ. പിന്നെ ഇങ്ങനെയുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാൻഡ് എന്ന് പറയുമ്പോ കാഴ്ചയുടെ കൂടി ഒരു ഇതാണല്ലോ, കേൾവി മാത്രമല്ല സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു പരിപാടിയും കൂടി ആലോചിക്കുന്ന ഇതാണ്. നമ്മള് അതിന് പ്രസന്റബിൾ ആണോ നമ്മൾ ആദ്യം ആലോചിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. എന്തായാലും അങ്ങനെ എന്തെങ്കിലും പുതിയ ചുവടുവെപ്പുകൾ എന്തെങ്കിലും? അല്ല, അങ്ങനെ ബാൻഡ് അല്ല, പെർഫോമൻസ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഇതെന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യത്തിനല്ലേ ആൾക്കാർ വരുവുള്ളൂ. അല്ലാതെ ഞാൻ മറ്റെന്തെങ്കിലും ചെയ്തിട്ട് കാണുമ്പോൾ അവർക്ക് നല്ല വിരുന്നായിരിക്കും അത്. പക്ഷെ ഭാവിയിൽ അതൊരു വേണ്ട. നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും വെല്ലുവിളി. അത് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ മാക്സിമം കറക്റ്റായിട്ട് ഫിൽട്ടർ ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും പലതും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വേറെ സത്യം. എന്നാലും ചെയ്യാവുന്നതൊക്കെ ചെയ്യാന്നുള്ളേ ഉള്ളൂ. പുതിയത് എനിക്ക് കുറച്ചുകൂടി പ്രൊഡക്ഷൻസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണം. പിന്നെ കുറച്ച് കോമ്പോസിഷൻസ് ഇതല്ലാതെ സമാന്തരമായിട്ട് ചെയ്യണം, കുറച്ച് നല്ല പ്രോജക്ട്സ് ചെയ്യണം. അതുപോലെ ക്ലാസിക്കലാണെങ്കിൽ പോലും ഇപ്പൊ കൃതികൾ, കർണാട്ടിക് കൃതികൾ തന്നെ പുതിയ വിഷയങ്ങൾ വെച്ചിട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. ഇപ്പൊ ടി എം കൃഷ്ണയൊക്കെ പാട്ടുകൾ ചെയ്യുന്നുണ്ടല്ലോ കർണാട്ടിക് തന്നെ. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത് ഓരോ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ് കർണാട്ടിക്സിൽ കേട്ടിട്ടുള്ളത്. അപ്പം അതല്ലാതെ ഒരു ഇതെടുത്ത് ചെയ്തിട്ടുള്ളത്, അതാ സബ്ജക്ട് വെച്ച് ചെയ്തിട്ടുള്ളത് ടി എം കൃഷ്ണ സാറൊക്കെയാണ്. അങ്ങനത്തെ എന്തെങ്കിലും ആണോ? അങ്ങനെ പ്രസക്തമായ കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ ഇനി മുന്നോട്ട് ആളുകൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ആ ജോണറിൽ ഒരു കീർത്തനത്തിന്റെ തന്നെ കൺവെൻഷണൽ കീർത്തനത്തിന്റെ കെട്ടിലും മട്ടിലും ചെയ്യാൻ
പറ്റുമെന്ന് നോക്കണം. ഇപ്പോൾ ഒരെണ്ണം ചെയ്യുന്നുണ്ട് ഞാൻ. അതേപോലെ അങ്ങനെ ഞാൻ പലരോടും പറയാം, ഹരിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ എഴുതി കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ വിജയേട്ടൻ്റെ പ്രോഗ്രാമേഴ്സ് പലരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വിജയേട്ടൻ്റെ പ്രോഗ്രാമിങ്ങിനെന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മലബാറിലൊക്കെ ഒരു കല്യാണത്തിൻ്റെ തലേദിവസം നമ്മൾ പോയി സാധനങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പം അങ്ങനെ ഒരു ആംബിയൻസ് ആണ് അവിടെ. അപ്പോൾ അത് അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ല, പക്ഷെ എന്നാൽ സാധനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, ഏറ്റവും രുചിയായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതേ ആൾ തന്നെ പറഞ്ഞതാണ്, മ്യൂസിക്കലി മാത്രമല്ല ഞാൻ ഇവോൾവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡെവലപ്പ് ആയിട്ടുള്ളത്, ഞാൻ ആസ് എ പേഴ്സൺ വിജയേട്ടൻ ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ടിട്ട് എൻ്റെ പെരുമാറ്റത്തിലും പേഴ്സണാലിറ്റിയിലും വരെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിജയേട്ടനെ പലപ്പോഴും ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള എല്ലാവരും, എൻ്റെ സുഹൃത്ത് വലയത്തിൽ ഒരുപാട് പേര് വിജയേട്ടൻ്റെ അടുത്തുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മനുഷ്യനായിട്ടാണ് ഞാനും എപ്പോഴും കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള വിജയേട്ടനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർ എന്ന് പറയുന്നത് അപ്പാർട്ട് ഫ്രം മ്യൂസിക് എങ്ങനെയായിരിക്കും? അതൊക്കെ എൻ്റെ ആദ്യത്തെ വാദം തന്നെ എനിക്കത് അത്ര അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഒരാൾ വഴി ഇൻസ്പയർ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഒരാൾ സ്വയം ചിന്തിച്ചും ഇത് ചെയ്തിട്ടും, അല്ലാണ്ട് ഒരാളെ കണ്ട ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഫോളോ ചെയ്യാവുന്നൊരു കാര്യമല്ല അത് ഞാൻ എന്ന് മാത്രമല്ല, നമ്മൾ ഒരു ഫിൽട്ടറായിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ബിനീത എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു 2 വട്ടം ആലോചിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഞാൻ ചെയ്യണോ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യണോ കണ്ടിട്ട് എന്നാൽ ഞാനും ചെയ്യാൻ തേക്കാന്നുള്ളതല്ലല്ലോ. അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു മാതൃകയായിട്ടൊരാൾ നമുക്കുണ്ടെങ്കിൽ അയാൾ, ഇപ്പം എൻ്റെ മാതൃകയാണെന്ന് പറഞ്ഞാൽ, അച്ഛൻ ഇൻസ്പയർ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ അച്ഛൻ ചില കാര്യങ്ങളിൽ എന്നെ ഇൻസ്പയർ ചെയ്യാത്തതുകൊണ്ട് അതടക്കം എൻ്റെ ഇൻസ്പിറേഷനാണ്. ചിലപ്പോൾ അച്ഛനൊരു മുൻകോപിയായിട്ടുള്ള ഒരാളാണ്, എനിക്കും ചെറിയ മുൻകോപമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുൻകോപം എന്ന് പറഞ്ഞാൽ ആ എക്സ്റ്റെൻറ്റ് വരെയാണ് പുള്ളിയുടെ കോപം എന്ന് പറയുന്നത്. അത് അങ്ങനെ എടുത്താലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഞാൻ കണ്ടേക്കണം. അല്ല, പലപ്പോഴും ഞാനാണെങ്കിലും വിജയേട്ടൻ്റെ ചില ഇൻ്റർവ്യൂസ് കാണുമ്പം ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മളുടെ മുന്നിൽ നമ്മളിങ്ങനെയായിരിക്കും ചിന്തിക്കുക, പക്ഷേ അതൊന്നും അല്ലാത്ത വേറൊരു പെർസ്പെക്റ്റീവിലാണ് പലപ്പോഴും വിജയേട്ടൻ്റെ ആൻസേഴ്സ് കേൾക്കുമ്പോൾ അയ്യോ അത് ശരിയാണല്ലോ, അങ്ങനെയാണല്ലോ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ട്, അവർ ചിന്തിക്കാത്ത ഒരു രീതിയിൽ. അത് നമുക്ക് മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവുമല്ലോ എല്ലാവരോടും. അവർ ഇന്നാള് ഇന്ന കാര്യം ചെയ്യുന്നു, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ടാവും. അത് ഉണ്ടാകുക എന്നുള്ളേ ഉള്ളൂ. അല്ല, പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം ഇങ്ങനെ പറഞ്ഞ് ഇന്നാള് ഞാൻ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഇപ്പം എനിക്ക് ഇപ്പോൾ ഗാന്ധിയെ ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഒരുപാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും, എല്ലാ ഈ ചരിത്ര പരിശോധിച്ചാൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാം എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഏറ്റവും ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ എടുത്താൽ പോലും നമുക്കതിൽ ഫിൽട്ടർ ചെയ്യാനുണ്ടാവും എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ആയിരിക്കും എക്സ്പീരിയൻസസുകൾ തന്നെയാണോ വിജയേട്ടനെ ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എന്തോ ഞാനെന്തോ മഹാനായ പോലെയുള്ളൂ. അങ്ങനെയല്ല, നമ്മള് ഒരു ഘട്ടം എത്തുന്നത് അല്ല, ഒരു കാര്യത്തിന് വിജയേട്ടൻ അപ്രോച്ച് ചെയ്യുന്ന രീതിയും പറയുന്ന കാര്യങ്ങളും നമുക്ക് ചിലപ്പോഴും അതാണ് ശരിയെന്ന് പലപ്പോഴും പണിയും കിട്ടും. പക്ഷെ നമ്മൾ വന്ന വഴികൾ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ മാത്രമല്ല എല്ലാരും സഹായിച്ചിട്ടുണ്ടാവില്ലേ. എക്സ്പീരിയൻസിൽ നിന്ന് പാഠം പഠിക്കാത്ത ആൾക്കാർ അല്ലേ മണ്ടന്മാർ. എക്സ്പീരിയൻസ് ഇന്നത്തെ വർത്തമാനം പോലും നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഇൻസ്പയർ ചെയ്യും. പക്ഷേ 1 മണിക്കൂർ ഇന്റർവ്യൂ നാളെ 2 മണിക്കൂറാകുകയോ അല്ലെങ്കിൽ ഈ പരിസരത്ത് തന്നെ വരാതിരിക്കുകയോ എന്തെങ്കിലും നമുക്ക് തീരുമാനിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഇരുന്നതിന് വിജയേട്ടന് ഒരുപാട് നന്ദി. നമസ്കാരം.